റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഹരി വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഈ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടത് ഈ നാട്ടിലെ സമ്പന്നന്മാരുടെ കയ്യിൽ പടച്ചറപ്പ് കൊടുത്തിട്ടുണ്ട്, അവരെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാഹ് നോക്കാണ് ഈ സാധുക്കൾക്കുള്ള സമ്പത്ത്, ഈ സാധുക്കൾക്ക് ആവശ്യമായ സമ്പത്ത് അത് ചെലവഴിക്കാൻ പണക്കാരന്റെ കയ്യിൽ അവന്റെ ആവശ്യവും കഴിഞ്ഞ് ഏറെ അല്ലാഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവന് സൂക്ഷിക്കാനുള്ളതല്ല. എന്തിനുള്ളതാണ്? തന്റെ നാട്ടിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ളത് അല്ലാഹു നിന്റെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചിരിക്കുകയാണ്. നീ അവനത് കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് നീ നേരിടുന്ന പരീക്ഷണം. ഈ ലോകം പരീക്ഷണത്തിന്റെ ഭൂമിയാണ്, ഇത് പരീക്ഷണ ലോകമാണ്. സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരീക്ഷണം എന്താണ്? നിന്റെ ആവശ്യം കഴിച്ചിട്ട് ബാക്കിയുള്ളത് നിന്നെ പോലത്തെ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നേക്കാൾ സ്ഥാനമുള്ള ഒരു മനുഷ്യൻ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട് സാമ്പത്തികമായി, അല്ലെങ്കിൽ രോഗിയായി രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ താമസിക്കാൻ വീടില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ മനുഷ്യന് കൊടുക്കേണ്ടത് നിന്റെ കയ്യിൽ അല്ലാഹ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നിന്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളത് നീ നിന്റെ പ്രദേശത്തുള്ള നിന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് കൊടുക്കേണ്ടവനാണ്. അല്ല, ദൂർത്തടിക്കാൻ അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. ദൂർത്തടിക്കണത് നമ്മുടേതല്ല, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ്. അത് ഓരോ ആളുകളും കൃത്യമായി നടത്താൻ തുടങ്ങിയാൽ, കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ദാരിദ്ര്യം കഷ്ടപ്പാടുമില്ലല്ലോ. ദൂർത്തടിക്കുന്ന ആളുകൾ, അമിതമായി പണം ചെലവഴിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട സത്യം അതാണ്. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട പണമാണ് നിന്റെ കൈവശം തന്നത്. ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, വആതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ വലാ തുബദ്ദിർ തബ്ദീറാ. സൂറത്ത് ഇസ്രായിൽ അല്ലാഹു തആല പറയുകയാണ്, വആതിദൽ ഖുർബാ ഹഖഹു, നിന്റെ അടുത്ത കുടുംബക്കാരനിക്ക് അവന്റെ അവകാശം നീ കൊടുക്കണം. നിന്റെ കുടുംബത്തിൽ പാവപ്പെട്ട ആളുകൾ ഉണ്ടാകും, നിന്റെ കുടുംബത്തിൽ കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാകും, രോഗികളായ ആളുണ്ടാകും. വാതിദൽ ഖുർബാ ഹഖഹു, നിന്റെ കുടുംബക്കാരനിക്ക് അവന്റെ അവകാശം നീ കൊടുക്കണം. ഒരു കുടുംബം എന്ന നിലക്ക് അവൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അവന് കൊടുക്കാനുള്ളത് നിന്റെ കയ്യിൽ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ കുടുംബമാണ്, ആ കുടുംബക്കാരന് കൊടുക്കേണ്ട ഹക്ക് നീ കൊടുത്തിരിക്കണം. വൽ മിസ്കീൻ, മിസ്കീന്മാർക്ക്, പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ടത്, പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതും നീ കൊടുക്കണം. എത്രയെത്ര ആളുകൾ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നുണ്ട്, അവർ നിങ്ങളോട് പറയുന്നില്ല, അഭിമാനം കൊണ്ട് അവർ തുറന്നു പറയുന്നില്ല, പക്ഷെ അവർക്ക് കഷ്ടപ്പാടുകളുണ്ട്. അങ്ങനത്തെ മിസ്കീന്മാർക്കും നിങ്ങൾ കൊടുക്കണം. വബ്നസ് സബീൽ, വഴിയാത്രക്കാർ, യാത്ര ചെയ്യുന്ന ആളുകൾ, അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഹക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉടനല്ല പറയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ, നീ ഒരിക്കലും ദുർവ്യയം ചെയ്യരുത്, ദൂർത്തടിക്കരുത്, അമിതമായി പണം ചെലവാക്കരുത്. നീ കൊടുക്കേണ്ടത് നിന്റെ കുടുംബക്കാരനും മിസ്കീനും വഴിയാത്രക്കാരനും, അവർക്കൊക്കെ കൊടുക്കാനുള്ളത് നിന്റെ കയ്യിൽ അല്ലാഹ് തന്നിട്ടുണ്ട്, അത് നീ അവർക്ക് കൊടുക്കണം. ദൂർത്തടിക്കരുത്. ദൂർത്തടിക്കാൻ നിനക്ക് സമ്പത്ത് അല്ലാഹു തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അമിതമായി ദൂർത്തടിച്ച് പണക്കൊടുപ്പിൽ രാജകൊട്ടാരങ്ങളും രാജകീയമായ ജീവിതമൊക്കെ നയിക്കുമ്പോ നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ പലതും നമുക്ക് നഷ്ടപ്പെടും. പലതും നഷ്ടപ്പെടും. കുടുംബ പ്രശ്നങ്ങൾ, മാരകമായ രോഗങ്ങൾ, കുടുംബത്തിന്റെ രോഗങ്ങൾ, മാനസികമായ ടെൻഷൻ, ഇങ്ങനെ പലതും വന്ന് നിനക്ക് നഷ്ടം സംഭവിക്കുന്നത് നീ കൊടുക്കേണ്ടവർക്ക് അത് കൊടുത്തിട്ടില്ല എന്നതാണ് കാരണം. വലാ തുബദ്ദിർ തബ്ദീറാ. ഉടനെ അല്ലാഹ് പറയുന്നത്, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി ഗഫൂറാ. ഇന്നൽ മുബദ്ദിരീന, ദുർവ്യയം ചെയ്യുന്ന ആളുകൾ, ആവശ്യത്തിലേറെ പണം ചെലവാക്കണം. 100 റുപ്യ ചെലവാക്കേണ്ടടുത്ത് 150 റുപ്യ ചെലവാക്കാൻ പാടില്ല. അതെങ്ങനെ 100 റുപ്യയിൽ നിർത്താൻ കഴിയുന്ന നമ്മൾ ആലോചിക്കണം. അതാ ഈമാൻ, അതാ വിശ്വാസി. വിശ്വാസി ചെയ്യേണ്ടത് അതാണ്. 100 റുപ്യ കൊണ്ട് നടത്തേണ്ട കാര്യം അതുകൊണ്ട് തന്നെ നടത്തണം. ഇന്നൽ മുബദ്ദിരീന, ദൂർത്തടിക്കുന്ന ആളുകൾ, കാനൂ ഇഖ്വാന ശയാത്തീൻ, അവര് ചെകുത്താന്റെ സഹോദരങ്ങളാകുന്നു. ദൂർത്തടിക്കുന്ന ആളുകൾ, ദൂർത്തന്മാർ ചെകുത്താന്റെ സഹോദരങ്ങളാണ്, ഇബ്ലീസിന്റെ ഏട്ടാഞ്ചന്മാരാണ്. അള്ളാന്റെ ഖുർആന്റെ ശൈലിയാണ്. എവിടെയാണ് അമിതമായി പണം ചെലവാക്കുന്ന ആളുകളെ, ദുർവ്യയം ചെയ്യുന്ന ആളുകളെ, ജീവിതത്തിൽ മിതത്വം പാലിക്കാത്ത ആളുകളെ അള്ളാഹു കൊണ്ടുപോയി നിർത്തിയ പദവി വിശുദ്ധ ഖുർആനാണത്. സൂറത്തുൽ ഇസ്രാ ആണത്.
ഇന്നൽ മുബദ്ദിരീന ദൂർത്തടിക്കുന്ന ആളുകൾ കാനു ഇഖ്വാന ശയാത്തീൻ, അവർ ചെകുത്താന്റെ സഹോദരങ്ങളാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ, ശൈത്വാനാവട്ടെ അല്ലാഹ്ക്ക് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്, നന്ദികേട് കാണിച്ചവനാണ്. സൃഷ്ടാവിനോട് വളരെയേറെ നന്ദികേട് കാണിച്ചവനാണ് ശൈത്വാൻ. വളരെ നന്ദി കെട്ടവനാണ് ശൈത്വാൻ. ആ നന്ദി കെട്ടവന്റെ സഹോദരങ്ങളാണ് ദൂർത്തടിക്കുന്നവർ. തന്റെ സഹോദരങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, മിസ്കീന്മാർക്ക്, വഴിയാത്രക്കാർക്ക് കൊടുക്കാൻ പറഞ്ഞത് കൊടുക്കാതെ, അതുകൊണ്ട് തന്റെ സുഖലോകം, തന്റെ സുന്ദരമായ ലോകം കെട്ടിപ്പടുക്കുന്ന ആളുകൾ ചെകുത്താന്റെ സഹോദരങ്ങളാണ്. നന്ദി കെട്ടവനാണ്, നന്ദിയില്ലാത്തവനാണ്. അള്ളാഹു അവന് കനിഞ്ഞേകിയ സമ്പത്തിൽ നിന്ന് ഇല്ലാത്ത ആളുകൾക്ക് കൊടുത്തുകൊണ്ട് അള്ളാന്റെ തൃപ്തി നേടേണ്ടതിന് പകരം അത് കൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ട് അള്ളാന്റെ ശാപവും കോപവും വാങ്ങി ജീവിക്കുന്നവനാണ്, നന്ദി കെട്ടവനാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുർവ്യയം ഒരു വിഷയത്തിലും പാടില്ല. അള്ളാഹു അങ്ങേയറ്റം വെറുക്കുന്ന ഒന്നാണ്. തുടർന്ന് അള്ളാഹു തആല പറയുന്നത്, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, നിന്റെ കൈ നീ കഴുത്തിലേക്ക് കെട്ടിയവനാവരുത്. കൈ കഴുത്തിലേക്ക് കെട്ടിയവെന്ന് പറഞ്ഞാൽ തീരെ കൊടുക്കാത്തവൻ അതിന്റെ അർത്ഥം. പറ്റ ബഖീൽ. എന്ത് ചോദിച്ചാ ഇപ്പൊ കയ്യിലൊന്നുമില്ല, ഇപ്പൊ കയ്യിലൊന്നുമില്ലാന്ന് ശരിയായിരിക്കും, നോണല്ലോ. ഇപ്പൊ കയ്യിലൊന്നുമില്ല അങ്ങനെ പറയും. ചോദിച്ചാൽ കിട്ടൂല. സമ്പത്തില്ലാഞ്ഞിട്ടല്ല, സമ്പത്തിനോടുള്ള ആർത്തി മനുഷ്യന്റെ കൽബിൽ കയറിയാൽ ഹക്കായ മാർഗത്തിലേക്ക് പണം ചോദിച്ചാൽ അവന്റെ കയ്യിലുണ്ടാവില്ല. ആഖിറത്തിൽ കൂലി കിട്ടുന്ന വിഷയത്തിലേക്ക് പണം ചോദിച്ചാൽ അവന്റെ കയ്യിലുണ്ടാവൂല. നേരെ മറിച്ച് ആഖിറത്തിൽ കൂലി കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? എത്ര പൈസ ചെലവാക്കും, എത്ര പണം ചെലവാക്കും. വീടുണ്ടാക്കാൻ വേണ്ടി, ആർഭാടത്തിന് വേണ്ടി, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനാവശ്യത്തിന് വേണ്ടി എത്ര ചെലവാക്കാനും മടി ഉണ്ടാവില്ല. ഹക്കായ മാർഗത്തിലേക്ക് ചോദിച്ചാൽ മാത്രമേ ദാരിദ്ര്യം ഉണ്ടാവൂ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, നീ നിന്റെ കൈകൾ നിന്റെ കഴുത്തിലേക്ക് കെട്ടിയവനാവരുത്. വലാ തബ്സുതുഹാ കുല്ലൽ ബസ്തി, കൈയഴിച്ച് ഒന്നായിട്ട് ചെലവഴിക്കുന്നവനുമാവരുത്. അങ്ങനെ ചെലവഴിച്ചാൽ ഫതഖഉദ മലൂമൻ മഹ്സൂറാ, നീ ആക്ഷേപിക്കപ്പെട്ടവനും ദുഃഖിതനുമാകും. ഇതും വളരെ ശ്രദ്ധയാട്ടോ. പണം ചെലവഴിക്കുന്ന സമയത്ത് ചില ചെറുപ്പക്കാർക്കൊക്കെ സംഭവിക്കാറുണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നാട്ടിൽ ജീവിച്ചു, വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു. പെട്ടെന്ന് ഗൾഫിലേക്ക് ഒരു വിസ കിട്ടി, ജോലിക്ക് വേണ്ടി പോയി. ധാരാളം പണം ഇങ്ങോട്ട് കിട്ടിയപ്പോൾ പിന്നവൻ നടത്തം ഭൂമിയിലൂടെ ഒന്നുമല്ല, ധാരാളമായി പണം ചെലവഴിക്കും. ഇഷ്ടം പോലെ പണം ചെലവഴിക്കും. നടന്നു പോകേണ്ട സ്ഥലത്തേക്ക് വണ്ടി വിളിച്ചു പോകും. അതും ഉയർന്ന നിലവാരത്തിലുള്ള വണ്ടിയായിരിക്കണം. തുണിഷാപ്പിൽ കയറി വില ചോദിക്കാതെ മുന്തിയ വിലയുള്ളത്. തുണിഷാപ്പുകാരെന്നെ പറയും ചിലപ്പോ പൊട്ടന്മാർ അത്ഭുതം. എന്താ, ഭാര്യനെയും കൂട്ടിച്ചെന്നു മക്കളെയും കൂട്ടിച്ചെന്നു ഒരു ചുരിദാർ വലിച്ചിട്ട് കൊടുത്തു. എത്ര വില? ഇതിന് 750 ഒന്നും വേണ്ടോ? നീ 1500 മേലുള്ള വല്ലോണ്ട് എടുക്കും, അല്ലെ 2000 മുകളിൽ. ഇവന്റെ ആ പ്രൗഢി തെളിയിക്കാണ്. അപ്പോ കച്ചവടക്കാര് പറയും, എന്താ നമ്മൾ ചെയ്യാ, 2500 ചുരിദാർ ഇവിടെ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാടോ അതൊക്കെ ആയിട്ടിരിക്കണോ പോവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ 750 എന്നെ വേറെ ഒരു കവറിലാക്കി കൊടുത്തിട്ടാ, ഇത് 2000. പോ, സന്തോഷമായി. അതാണ് തുണിശാപ്പുകാര് കച്ചവടക്കാര് പറയണ വർത്താനാണത്. ഇല്ലാന്ന് പറഞ്ഞോ ഇറങ്ങിപ്പോവും. പിന്നെ എന്തേ വഴിയുള്ളൂ? 750 സാധനം 2500 കൊടുക്കണം, അവൻ വാങ്ങിക്കോളും. ഇങ്ങനെ പണം ചെലവാക്കുന്ന ആളുകൾ ധൂർത്തന്മാർ. വിശുദ്ധ ഖുർആൻ അവരോട് പറയാണ്, ആ നിലക്ക് വലാ തബ്സുതുഹാ കുല്ലൽ ബസ്ത്, ഒന്നാകെ പണം ഒഴിക്കുന്ന സ്വഭാവം നീ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിയാൽ ഫതഖഉദ മലൂമൻ മഹ്സൂറാ, ആക്ഷേപിക്കപ്പെട്ടവനായും സങ്കടത്തിൽ കഴിയുന്നവനായും നീ അവശേഷിക്കും. വളരെ സത്യമാണ്. അങ്ങനെ ദൂർത്തടിച്ച് ഒരു കാലത്ത് പണം കിട്ടിയപ്പോ വാരിക്കോരി കൊടുത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. നീ അതിന്റെ പേര് ഒരുപാട് പിന്നെ ദുഃഖിക്കേണ്ടി വന്നില്ലേ? ആ ഇഷ്ടപ്പെട്ട ആളുകൾ തന്നെ നിന്നെ കുറ്റം പറയും. ഓനാളൊരു കഴുതേ, ഒരു ബോധമല്ലോ എന്ന് എല്ലാവരും പറയും. ഇവന്റെ കുറ്റം ചെയ്യും, ഭാഗം ചെയ്യും, പറയും ചെയ്യും. ഒരു ബോധമില്ലാത്ത ജാതിയാണ്. മലൂമൻ, ആക്ഷേപിക്കപ്പെടും. മഹ്സൂറാ, ദുഃഖിതനാകും. ഇവനിങ്ങനെ വാരിക്കോരി കൊടുത്ത പലരുമുണ്ടാകും. പക്ഷെ അവൻ കഷ്ടപ്പെടുമ്പോൾ തിരിച്ചിങ്ങോട്ട് സഹായിക്കാൻ ആരുമുണ്ടാവില്ല. ഇരുന്നു പോകും മനുഷ്യൻ. ഖുർആൻ പറയുന്നതാണിത്, ഇരുന്നു പോകും. ഫതഖഉദ, നീ ഇരുന്നു പോകും, ഇരുത്തിക്കളയും. അതുകൊണ്ട് അങ്ങനെയും ചെലവാക്കരുത്. പാറ്റ കൈ കഴുത്തിലേക്ക് കെട്ടിയതുപോലെ ബഖീലും ആവരുത്. മിതത്വം പാലിക്കണം. മിതമായ രൂപത്തിൽ നീ സമ്പത്ത് ചെലവഴിക്കാൻ പഠിക്കണം. മിതമായ രൂപത്തിൽ നീ ജീവിക്കാൻ പഠിക്കണം. വിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്ന ഇൽമാണത്.
ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണം, ദുനിയാവിനോടുള്ള ആർത്തിയും ആഡംബരപ്രിയവും നമ്മുടെയൊക്കെ കൽബിൽ ലവലേശമെങ്കിലും ഉണ്ടാകും. പക്ഷേ അതിനെ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, ദുനിയാവിനോടുള്ള മഹബത്ത് നമ്മുടെ കൽബിൽ കടന്നുപോയാൽ പിന്നെ അവനോട് വയലു പറഞ്ഞാൽ ഫലം കാണുകയില്ല, അത്ഭുതങ്ങൾ കണ്ടാൽ മാറ്റമുണ്ടാവുകയില്ല, എന്ത് കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ മാറും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാണ്, ഹുബ്ബുദ്ദുനിയാ റഅ്സു കുല്ലി ഖതിയത്തിൻ, എല്ലാ പാപത്തിന്റെയും ഹെഡാണ് ദുനിയാവിനോടുള്ള സ്നേഹം. ദുനിയാവിനോടുള്ള സ്നേഹം സർവ്വ പാപങ്ങളും വിളിച്ചു വരുത്തുന്ന പാപമാണ്. ഈ ലോകത്തെ സ്നേഹിച്ചു പോയാൽ, ആഡംബര പ്രിയം നമ്മുടെ കൽബിൽ കടന്നുപോയാൽ, കണ്ടതിനോടെല്ലാം മോഹം, എന്ത് കണ്ടാലും അത് മോഹം. ഒരു നല്ല വണ്ടി കണ്ടാൽ, കാറ് കണ്ടാൽ പിന്നെ അത് കിട്ടണം. ഒരു നല്ല വീട് കണ്ടാൽ അതുപോലത്തെ വീട് അവൻ ഉണ്ടാക്കണം. ഇങ്ങനെ കണ്ടതിനോട് മുഴുവനും മോഹവും, മോഹിച്ചത് മുഴുവനും സ്വന്തമാക്കാനുള്ള കഠിനാധ്വാനവും കൊണ്ടൊരു മനുഷ്യൻ ദുനിയാവിനെ സ്നേഹിച്ചു പോയാൽ അത് വലിയ പാപമാണ്. അത് മുഖേന ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നു പോകുമെന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ. ദുന്യാവിനെ സ്നേഹിച്ചാൽ പിന്നെ അവന് കണ്ണു കാണൂല, അതൊരു സൈസ് മസ്താണ്. കള്ളു കുടിച്ചാൽ മസ്താകുന്നത് പോലെ അവന് പിന്നെ ബോധം തിരിച്ചു കിട്ടണമെങ്കിൽ ആ മസ്ത് ഇറങ്ങണം, അല്ലാതെ കള്ളുകുടിയന് ബോധമുണ്ടാകുന്നില്ല. അതുപോലെ ദുനിയാവിനോടുള്ള മഹബത്താകുന്ന മസ്ത് കയറിക്കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് മാത്രമേ അവന് ബോധം തെളിയുകയുള്ളൂ. മരിക്കുമ്പോൾ മാത്രം തെളിയുന്ന ബോധം. കള്ളു കുടിച്ചാൽ അത്രയും നീണ്ടുപോകില്ല, 2, 3, 4 മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പം ശരിയായി. കള്ളു കുടിച്ച മസ്ത് ഒരു പക്ഷേ മണിക്കൂറുകളെ കൊണ്ട് ശരിയാകും. ദുനിയാവെന്ന് പറയുന്ന ലോകത്തോടുള്ള മഹബത്ത്, ദുനിയാവിനോടുള്ള ആഡംബര പ്രിയത്തോടുള്ള മഹബത്ത് ഒരു മനുഷ്യന്റെ തലയിൽ കയറിയാൽ മരിക്കുന്ന സമയത്ത് മാത്രമേ ആ മസ്ത് തെളിയുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങളൊന്നും തലയിലേക്ക് പോവാത്തൊരവസ്ഥ അവന് വരും. എന്ത് കണ്ടിട്ടും കാര്യം. അതിന് രസകരമായൊരു ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം വലിയ അത്ഭുതങ്ങൾ കാണിച്ചൊരു പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികൾ ഈസാ നബി അലൈഹി സ്വലാം ദൈവമാണ്, ദൈവപുത്രനാണ് എന്നുവരെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത്ര വലിയ അത്ഭുതങ്ങൾ. മരിച്ച ആളുകളെ ജീവിപ്പിക്കുക, കടലിന്റെ മുകളിലൂടെ നടക്കുക, ഇങ്ങനെ വെള്ളപ്പാണ്ട് തടവി സുഖപ്പെടുത്തുക, കണ്ണില്ലാത്ത ആളുകളുടെ കണ്ണ് സുഖപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി അത്ഭുതങ്ങൾ കാണിച്ച പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാം. ഈസാ നബി ഇപ്പോഴും വഫാത്തായിട്ടില്ല കേട്ടോ. ഈസാ നബി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സഫർ പോകുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഈസാ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ വന്നിട്ട് വളരെ ഭക്തി പ്രകടിപ്പിച്ചു. ഈസാ നബിയെ, ഞാനും വരുന്നു. എന്തിനാ? പ്രവാചകനായ അങ്ങയുടെ കൂടെ നടക്കുമ്പോൾ കുറെ കാര്യങ്ങൾ കേട്ടും പഠിച്ചും ഒക്കെ നല്ല നിലക്ക് ജീവിക്കാലോ. ഈസാ നബി അലൈഹി സ്വലാം സമ്മതം കൊടുത്തു. എന്നായിക്കോട്ടെ, എന്റെ കൂടെ പോന്നോ, കുഴപ്പമില്ലാന്നോ. ഈസാ നബി അലൈഹി സ്വലാം യാത്രക്ക് വേണ്ടി 3 വലിയ റൊട്ടി തയ്യാറാക്കി. ഇന്നത്തെ പോലെ ഹോട്ടലുകളും വഴിയിൽ വെച്ച് ചായ കുടിക്കാനൊന്നും കിട്ടൂല. ഭക്ഷണമൊക്കെ യാത്രക്കാര് കെട്ടിക്കൊണ്ടു പോകണം. 3 റൊട്ടി തയ്യാറാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തു. വിശക്കുമ്പോൾ, നല്ലോണം വിശക്കുമ്പോൾ ഓരോ കഷ്ണം തിന്ന. അങ്ങനെ നമുക്ക് വിചാരിച്ച സ്ഥലത്തെത്തുന്നത് വരെ ഈ റൊട്ടിയാ നമ്മളെ റിസ്ക് എന്നും പറഞ്ഞു പോയി. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുന്നു, ചെറുപ്പക്കാരൻ ഇരുന്നു, ഓരോ റൊട്ടി കഴിച്ചു. നല്ല വിശപ്പുള്ള സമയത്ത് ഒരു റൊട്ടിനെ ബാക്കിയായി. ഇത് മൂപ്പര കയ്യിൽ സുരക്ഷിതമായി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കളയരുതേ, വളരെ ശ്രദ്ധിക്കണം. നമുക്ക് 2 കൂടി ഒറ്റ റൊട്ടിയുള്ളൂ, ഇനി ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ. അങ്ങനെ ഈസാ നബി ഇലാഹിയായ ചിന്തയിൽ അങ്ങനെ നടന്നു. അള്ളാഹുവിനെ തന്നെ ഓർത്തുള്ള നടത്തം. ഒരുവിധം വിശപ്പൊന്നും ആ സമയത്ത് അറിയില്ല. അങ്ങനെ നടന്ന് ഇയാൾക്ക് ഭക്ഷണം കഴിക്കണം. ഒപ്പം നടക്കുന്ന ആൾക്ക് അത്ര ഖൗഫ് ഉണ്ടാവില്ലല്ലോ. ഈസാ നബിന്റെ ഖൗഫ് എന്തായാലും കൂടെ ഉള്ളാക്ക് ഉണ്ടാവില്ല. ഇയാൾക്ക് വിശപ്പ് സഹിക്കുന്നില്ല. എന്താ ഈസാ നബി ഇരിക്കാത്തത്? മൂപ്പര് ഈസാ നബി അലൈഹി സ്വലാം ഇരിക്കുന്നത് കാണുന്നില്ല. ഈസാ നബി ഒരേ നടത്തമാണ്. മൂപ്പര് ചെറിയൊരു കഷ്ണം തിന്നു വിശന്നപ്പോ. ഈസാ നബി അറിയാതെ നല്ല രസം. ഈ ബലാലിന് വർക്കത്ത് എന്ന് പറഞ്ഞ മാതിരി കട്ടുന്നത് ചിലപ്പം ഭയങ്കര രസമായിരിക്കും. അതെല്ലാത്തിലുണ്ട്. അത് ശൈത്താനൊരു പഞ്ചസാര ഇടും. ഹറാമിലൊക്കെ ശൈത്താൻ മധുരം ചേർക്കും. ഹറാമിലൊക്കെ ഉണ്ടാ സ്വഭാവം. ഹറാമിലൊക്കെ വേണ്ടാത്തതിലൊക്കെ ശൈത്താന്റെ പഞ്ചസാര ചേർക്കലുണ്ട്. അപ്പൊ നല്ല മധുരം ഉണ്ടാവും അല്ലേ? കട്ട് തിന്നാക്ക് കട്ടന്നെ തിന്നെങ്കിലേ ടേസ്റ്റ് കിട്ടുള്ളൂ. ചില ആളുകൾ സിഗരറ്റ് വില കാശ് കൊടുത്ത് വാങ്ങൂല. ഒരു ബീഡിയോട്ടെ അതോട്ടെ ആ ഫ്രീ കിട്ടി വലിക്കുന്ന സുഖം പൈസ കൊടുത്ത് വാങ്ങിയാൽ കിട്ടൂല. ഓൻ എപ്പോഴും എന്ത് വേണം? ആ ഫ്രീ കിട്ടണം. പൈസ ഇഷ്ടം പോലെ കയ്യിലുണ്ടാവും, പക്ഷെ കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങി കത്തിച്ച് വലിച്ചാൽ ടേസ്റ്റ് ഇല്ല. ഒരു സിഗരറ്റോട്ടെ, അത് കിട്ടണം. അതിന്റെ സോക്കടാ. എന്നതുപോലെ
ചില ആളുകൾക്ക് നല്ല സുന്ദരിയായ ഭാര്യ ഉണ്ടാവും, നല്ല ഭാര്യ, ഹലാലായ ഭാര്യ, അള്ളാഹ് ഹലാലാക്കി കൊടുത്ത സുന്ദരി, വിശുദ്ധിയുള്ള ഭാര്യ. അതൊക്കെ ഉണ്ടെങ്കിലും മൂപ്പര് ചിലപ്പം വേറെ എവിടെയെങ്കിലും ലോക്കലിൻ്റെ കൂടെ ഉണ്ടാവും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് ശൈത്താൻ്റെ ഒരു പഞ്ചസാര മധുരമുണ്ട്. എല്ലാ തിന്മകളിലും എല്ലാ ഹറാമുകളിലും പിശാചിന്റെ ഒരു മധുരം ചേർക്കലുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയണം. ഇങ്ങനെ ഈ റൊട്ടി കട്ട് തിന്നപ്പം വല്ലാത്ത ടേസ്റ്റ്, ഒരു കഷ്ണം കൂടി തോന്നി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി വലിയ കഷ്ണം എടുത്ത് തന്നു. അങ്ങനെ തിന്ന് റൊട്ടി തീർന്ന്. ചുരുക്കത്തിൽ കുറെ കഴിഞ്ഞപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനും വിശപ്പ് തുടങ്ങി. മഹാനായ പ്രവാചകൻ ഇരുന്നു. ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇരിക്കും, നമുക്ക് ആ റൊട്ടി കഴിക്കാം, ഒന്നുകൂടി ബാക്കിയുണ്ടല്ലോ. മുപ്പരിങ്ങനെ സഞ്ചി ഇങ്ങനെ കൊടയാ. ഈസാ നബി റൊട്ടി എവിടെ? മുപ്പര് ഇങ്ങോട്ട് കഴിക്കണം, റൊട്ടി എവിടെ? അല്ല, ഒന്ന് ബാക്കിയില്ലായിരുന്നോ? അതന്നെ ഞാൻ നോക്കുന്നത്, ബാക്കി ഉണ്ടായിരുന്നല്ലോ, ഇവിടെ പോയി. ഈസാ നബി നബിയല്ലേ, നബിമാർക്കൊക്കെ പിടുത്തം കിട്ടുമല്ലോ കുറച്ച്. ഉടനെ ഈസാ നബി ചോദിച്ചു, നീ അറിയില്ലേ റൊട്ടി എവിടെ പോയത്? ഒരു അറിവുമില്ല ഈസാ നബി, എന്ത് പറ്റിയെന്ന് അറിയില്ല, എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഓഹോ. ഉടനെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ചെറുപ്പക്കാരനുണ്ട് മുമ്പിൽ വെച്ചിട്ട് ഒരത്ഭുതം കാണിക്കാൻ. ഇനി നമുക്കൊരു പുഴ കടക്കേണ്ടതുണ്ട്, ഒരു പുഴ കടക്കേണ്ടതുണ്ട്. പുഴ കടക്കാൻ വേണ്ടി പുഴയുടെ വക്കത്തെത്തിയപ്പോൾ തോണിയില്ലാതെ വിഷമിക്കുമ്പോ ചെറുപ്പക്കാരൻ ചോദിച്ചു, നബിയെ എങ്ങനെ അക്കരെ കിടക്കും? തോണിയൊന്നും കാണുന്നില്ലല്ലോ, പുഴ കണ്ടാൽ നല്ല ആഴമുള്ള പുഴയാ. ഉടനെ ഈസാ നബി പറഞ്ഞു, അത്ഭുതങ്ങൾ കാണിക്കുന്ന ഈസാ നബി, മരിച്ച ആളുകളെ ഹയാത്താക്കുന്ന ഈസാ നബിക്ക് എന്താ പുഴ? ഈസാ നബി പറഞ്ഞ പിടിച്ച കൈ കൊടുത്തു. കൈ ഇങ്ങോട്ട് പിടിച്ച് ബിസ്മിൻ ചൊല്ലി ഒരൊറ്റ നടത്തം പുഴ. കാലിന്റെ ഞെരിയാണി പോലും നനയാതെ നടന്ന് അപ്പുറത്തെത്തിയപ്പോ ഈസാ നബി ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട്? മഹാ അത്ഭുതമാണ്, അനുഭവിച്ചതിനേക്കാൾ വലിയ അറിവില്ലല്ലോ. ഇത്ര ആഴമുള്ള പുഴയുടെ മുകളിലൂടെ കാലിന്റെ ഞെരിയാണി പോലും നനയാതെ നടത്താൻ കഴിവുന്ന സർവാധിരാജനായ റബ്ബ് മഹാൻ തന്നെയാണ്. ആ പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. ഇതൊരു വലിയ അത്ഭുതമാണ്. ഉടനെ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഈ പുഴയുടെ മുകളിലൂടെ കാല് നനയാതെ നടക്കാൻ കഴിവ് തന്ന സർവാധിരാജനായ റബ്ബിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ, നമ്മളെ റൊട്ടി എവിടെ പോയി? അതാരാ കഴിച്ചത്? ഇയാൾ പറയാം, അത് ഞാനല്ല പ്രവാചകൻ, ഇത് വല്ലാത്തൊരു അത്ഭുതം, റൊട്ടി ഞാനല്ല. എന്താ ഒരു സംശയം? ഈസാ നബിക്ക് എന്താ ഒരു സംശയം ഉള്ളതുപോലെ? ഈസാ നബിന്റെ വിശുദ്ധ മനസ്സായതുകൊണ്ടാട്ടോ അക്കരത്തിന്റെ ശാ ചോദിക്കണേ. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? പുഴന്റെ നടുക്കത്തുമ്പം കയ്യാണ്ട് വിടാം, പറയടാ ആരാ റൊട്ടി എടുത്ത്? ഓൻ താനെ പറയില്ലേ? ഞമ്മക്കേ അത് കൊരട്ട് ബുദ്ധി വരുള്ളൂ. പ്രവാചകന്മാർക്ക് അങ്ങനെ വളഞ്ഞ ബുദ്ധി ഉണ്ടാവില്ല. അക്കരത്തിന്റെ ശേഷം ചോദിച്ചു എന്താ? ആ സമയത്ത് അയാൾ പറഞ്ഞു, ഞാനല്ല, ഞാൻ എടുത്തിട്ടില്ല. അതെങ്ങനെ ഈസാ നബിയെ ഞാൻ ചെയ്യോ? നമ്മൾ രണ്ടാളും ഒരു വൈക്ക് പോകുമ്പോ ഞാൻ മാത്രം എങ്ങനെ കഴിക്കല്? ഖാദിമ മാത്രം എങ്ങനെ കഴിക്കല്? ശരി. കുറച്ചും കൂടി അങ്ങോട്ട് എത്തിയപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ഒരു വനാന്തരങ്ങളിൽ തുള്ളിക്കളിച്ച് നടക്കുന്ന ഒരു മാൻപേടയെ വിളിച്ചു. മാൻപേടയെ വിളിച്ചപ്പോൾ മാൻകുട്ടി പ്രവാചകന്റെ മുമ്പിലേക്ക് നടന്നു വരുന്നു. അതിലൊന്നും അത്ഭുതപ്പെടാനില്ല. മാൻകുട്ടി പ്രവാചകന്റെ മുമ്പിലേക്ക് നടന്നു വരുന്നു. ഉറുമ്പ് വരെ പ്രവാചകന്മാരെ മനസ്സിലാക്കും, ഞമ്മക്കേ തിരിയാത്തോളൂ. ആരാണ് നബി? ഉറുമ്പിന് വരെ മനസ്സിലാകും. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നംല് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. നംല് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് എന്നാണ് അതിന്റെ അർത്ഥം. ഉറുമ്പ്. ആ സൂറത്തിന്റെ പേര് ഉറുമ്പ് എന്ന്. എന്താ അങ്ങനെ പേരിടാൻ കാരണം? ഉറുമ്പിനെ പറ്റി ചർച്ച ഉണ്ട് സൂറത്തു നംലിൽ. സുലൈമാൻ നബി അലൈഹി സ്വലാമും പട്ടാളക്കാരും വരുന്ന സമയത്ത് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് അതിന്റെ വൈബ്രേഷൻ മനസ്സിലാക്കിയിട്ട് ഒരു ഉറുമ്പ് പറയുകയാണ്, വഖാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. വഖാലത്ത് നംലത്തുൻ, ഒരു ഉറുമ്പ് പറഞ്ഞു, യാ അയ്യുഹൻ നംലു, അല്ലയോ ഉറുമ്പുകളെ, ഉദ്ഖുലൂ മസാകിനകും, നിങ്ങളെ മാളങ്ങളിലേക്ക് പ്രവേശിക്കണം. ലാ യഹ്തിമന്നകും സുലൈമാൻ, സുലൈമാൻ നബി നിങ്ങളെ ചവിട്ടാതിരിക്കട്ടെ. വജുനൂദുഹു, അദ്ദേഹത്തിന്റെ പട്ടാളക്കാരും. ആര് പറഞ്ഞു? ഉറുമ്പ് പറഞ്ഞു. എവിടെ പറഞ്ഞു? ഖുർആൻ പറയും സൂറത്തുൽ നംലിൽ. ഉറുമ്പിന് സുലൈമാൻ നബിനെ മനസ്സിലാവുമെങ്കിൽ ഒരു മാൻകുട്ടി ഈസാ നബി വിളിച്ചപ്പം വന്നു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാറൊന്നുമില്ലല്ലോ. മാൻകുട്ടിയെ വിളിച്ചു. ഈസാ നബി വാളെടുത്ത് മാനെ അറുത്തു. അതിന്റെ മാംസെല്ലാം കഴിച്ചു. ഓനം കഴിച്ചു. ചുട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണമെല്ലാം കഴിച്ച് വിശ്രമിച്ചു. വിശ്രമത്തിന്റെ ശേഷം ആ മാനിന്റെ എല്ലും മുള്ളും ഒക്കെ അങ്ങനെ കൂട്ടി വെച്ചിട്ട് ഈസാ നബി അലൈഹി സ്വലാം ഖും ബിഇദ്നില്ലാഹ് വ ഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്,
അള്ളാഹുവിന്റെ സമ്മതപ്രകാരം മരിച്ചവരെ ഹയാത്താക്കി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ ഈസാ നബി അലൈഹിസ്സലാം ആ മാൻകുട്ടിയുടെ എല്ലിന്റെയും മുള്ളിന്റെയും മുകളിൽ കൈവച്ച് തട്ടി വിളിച്ചപ്പോൾ മാൻകുട്ടി പഴയ രൂപത്തിൽ എഴുന്നേറ്റു. അത് കുറ്റിക്കാട്ടിലേക്ക് ഓടി മറഞ്ഞു. ഈ അത്ഭുതകരമായ രംഗം കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഈസാ നബി ചോദിച്ചു, അല്ലയോ ചെറുപ്പക്കാരാ, എങ്ങനെയുണ്ട്? പ്രവാചകരെ, വല്ലാത്ത അത്ഭുതം തന്നെയാണ്. അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. ഇതിന് കഴിവ് തന്ന സർവാധിരാജനായ റബ്ബിനെ മുൻനിർത്തി ഞാൻ ഒന്നും കൂടെ ചോദിക്കട്ടെ, നമ്മളാ റൊട്ടി അതെനിക്കറിയില്ല ഈസാ നബിയെ. ഒക്കെയാണ് നിങ്ങൾ അറിയില്ല. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഈസാ നബിന് ഇയാൾ ഇടങ്ങാറാക്കണ്ടെന്ന് കരുതി പോവാണ്. പുഴ കടന്നു, അക്കരെ എത്തി. നല്ല മണൽ, പഞ്ചാര മണൽ. ഈ പഞ്ചാര മണൽ കണ്ടപ്പോൾ ഈസാ നബി വീണ്ടിരുന്നു. ആ മണലിങ്ങനെ വാരിയൊരു കൂമ്പാരമാക്കി വെച്ചു. എന്നിട്ട് ആ മണലിന്റെ കൂമ്പാരത്തിന് മുകളിൽ കൈവച്ചിട്ട് അത്ഭുതങ്ങൾ കാണിച്ച കൈ, വെള്ളപ്പാണ്ട് തടവി സുഖപ്പെടുത്തിയ കൈ, കുഷ്ഠരോഗം സുഖപ്പെടുത്തിയ കൈ, ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈ മണൽ കൂനയുടെ മുകളിൽ വെച്ചിട്ട് പറഞ്ഞു, കുൻ ദഹബൻ, സ്വർണമാവണം എന്ന് പറഞ്ഞപ്പോൾ മണൽത്തരികൾ സ്വർണമാകുന്നു. ഭൂമിയുടെ അന്തർഭാഗത്ത് സ്വർണം സൃഷ്ടിക്കാൻ കഴിവുള്ള റബ്ബിന് ഭൂമിയുടെ മുകൾ ഭാഗത്തുള്ള ഏതാനും പഞ്ചാര മണൽത്തരികളെ ഒരു പ്രവാചകന്റെ കൽപ്പന വരുമ്പോൾ സ്വർണമാക്കാൻ പടച്ച റബ്ബിന് പ്രയാസമേ ഇല്ല. ആ മണൽത്തരികൾ തിളക്കമുള്ള സ്വർണങ്ങളായി, സ്വർണക്കട്ടികളായി മാറി. സ്വർണക്കട്ടികളായിട്ട് മാറുമ്പോൾ വലിയ അത്ഭുതമാണ്. അദ്ദേഹം ചോദിച്ചു, ഈ മഹത്തായ കഴിവ് തന്ന സർവാധിരാജനായ റബ്ബിനെ മുൻനിർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കട്ടെ, നമ്മളെ റൊട്ടി? അപ്പോൾ പൊന്നാരേസത് വല്ലാത്ത റൊട്ടിയായിപ്പോ. എന്ത് വരുമ്പോഴും തങ്ങൾ റൊട്ടിന്റെ കഥ പറയുന്നു. അല്ല, നീ ഏറ്റ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നോട് സത്യം പറയാ, ഞാൻ നിന്നെ ഒന്നും ചെയ്യൂല, നിനക്ക് പറയാലോ. ആ അബദ്ധം പറ്റിയ പറഞ്ഞൂടെ? പൊന്നാര ഈസാ നബി, ഞാനതറിയില്ല. ആയിക്കോട്ടെ. ഈ സ്വർണം ഈസാ നബി അലൈഹി സ്വലാം 3 ഓഹരിയാക്കി. 3 ഓഹരി. ഇയാൾ വെക്ക, ഇതെന്താ 3 ഓഹരി? ഓഹരി എനിക്ക്, 1 നീ എൻ്റെ കൂടെ വന്നല്ലോ, അതുകൊണ്ട് നിനക്കും. അപ്പൊ മറ്റേ ഓഹരിയോ? മുപ്പര് കൈമലാ സർദാ. 3 ഓഹരി എന്തിനാ? 3-ാമത്തെ ഓഹരി എന്തിനാ? സ്വർണം കണ്ടപ്പോ ഇയാൾ ആവേശമല്ലങ്ങ് മൂത്ത്. 1 ഓഹരി എനിക്കാണ്, 1 ഓഹരി നിനക്കാണ്, 3-ാമത്തെ ഓഹരി ആർക്കാണ്? അതിൻ്റെ ആളറിയില്ല. അതായത് നമ്മളെ റൊട്ടി ഏതോ ഒരു മനുഷ്യന്റെ വയറ്റിലുണ്ട്. അയാൾ എന്നാണോ കണ്ടെത്തുന്നത് അന്ന് ആ റൊട്ടി അയാൾക്ക്, ഈ സ്വർണ്ണം അയാൾക്ക് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന റൊട്ടി ഏതോ ഒരു മനുഷ്യന്റെ വയറ്റിലുണ്ട്. ആരുടെ വയറ്റിലാണോ ഉള്ളതെന്ന് നമുക്ക് തിരിയുന്ന സമയം വന്നാൽ ഈ 3-ാമത്തെ സ്വർണത്തിന്റെ കൂമ്പാരം അയാൾക്കുള്ളതാണ്. ഇത് പറയുമ്പോൾ ഇയാൾക്കൊരു വെളിച്ചെണ്ണ ചിരിച്ചിട്ട് ഇയാൾ ചോദിച്ചു, അല്ല ഈസാ നബി, ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങ് ദേഷ്യം പിടിക്കും. പ്രവാചകന്മാർക്ക് ഈസാ നബിക്ക് ദേഷ്യം എന്ന് പറഞ്ഞ സംഗതി അറിയില്ല. ഒന്നുമില്ലല്ലോ, അല്ല പറഞ്ഞോളൂ. എന്നാൽ ആ റൊട്ടി ഞാൻ തന്നെ എത്തുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 3-ാമത്തെ ഒരു സ്വർണ്ണം കൂടെ കിട്ടും. അതാരെ വയറ്റിലുള്ള ഓന് കൊടുക്കുന്ന പറഞ്ഞപ്പോൾ ആ 3-ാമത്തെ ഒരു സ്വർണം കിട്ടാൻ വേണ്ടി മൂപ്പര് ആ സമയത്ത് ഒരു ദുന്യാവിനോടുള്ള മഹബത്തത അത് കൽബിൽ ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ, ഇപ്പം മൂപ്പര് ഉളുപ്പില്ലാതെ പറഞ്ഞല്ലോ ഞാൻ തന്നെ എടുത്ത്, ആ 3-ാമത്തെ ഒരു കിട്ടും. അപ്പൊ ഈസാ നബി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്തു, ഇത് 3 നീ തന്നെ എടുത്തോ. സന്തോഷത്തോടെ ഈസാ നബി 2 ഓഹരിയാക്കാണ്ട് എൻ്റെത് എടുത്തോ, 3 എടുത്തോ. നിന്റെ ലക്ഷ്യം സ്വർണ്ണാണ്. നിന്റെ പടച്ചവൻ സ്വർണ്ണാണ്, അതിൻ്റെ അപ്പുറം നിനക്കൊന്നുമില്ല, അതുകൊണ്ട് നിനക്ക് ദുനിയാവാണ്, ഫുള്ള് നീ എടുത്തോന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഴുവൻ കൊടുത്തു. ഇതിനൊരു പാഠം പഠിക്കേണ്ടി വന്നു. എന്താണെന്നറിയോ? ദുനിയാവിനോടുള്ള മഹബത്ത്, ആർഭാടപ്രിയം, ആഡംബരപ്രിയം, അത് കൽബിലാണ്ട് കയറിയാൽ അമ്പിയാക്കന്മാരെ ബേക്ക് നടന്നിട്ട് കാര്യമില്ല. പിന്നല്ല വയൽ കേട്ടിട്ട് വന്നാണ് നന്നാകുകയാണെങ്കിൽ ഈസാ നബിൻ്റെ ഒപ്പം നടന്ന ഈ ജാതി അത്ഭുതങ്ങളും മുഅ്ജിസത്തുകളും കണ്ടിട്ട് ഇവൻ നന്നാവണ്ടേ? പിന്നെ വയൽ കേട്ടിട്ട് വന്നാണ്. വയൽ കേട്ടാ ഫലിക്കണമെങ്കിൽ, ഉപദേശം ഫലിക്കണമെങ്കിൽ, ഖുർആൻ ഫലിക്കണമെങ്കിൽ ഈ ദുനിയാവിനോടുള്ള ആഡംബരപ്രിയം, മഹബത്ത് കൽബിനാണ് പോകണം. അതാണ് ക്ലീൻ ചെയ്താൽ എന്തു പറഞ്ഞാലും അതവിടെ പതി. ദുനിയാവിനോടുള്ള മഹബത്ത് നല്ലോണം മനസ്സിൽ കുന്നുകൂടി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്നതൊന്നും അങ്ങോട്ട് യേശുല്ല. അതാ തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഈ ചെറുപ്പക്കാരൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ നടന്നിട്ടും യാതൊരു മാറ്റവും അയാൾക്കുണ്ടായില്ല. പിന്നെ എന്തായി സംഭവം? പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പൂർത്തിയാക്കി പറയണല്ലോ. ഈസാ നബി അലൈഹി സ്വലാം 3 ഓഹരി സ്വർണ്ണം മൂപ്പർക്ക് കൊടുത്ത് ഈസാ നബി പറഞ്ഞൊരു കാര്യം, എന്താ? എൻ്റെ കൂടെ വരണ്ട, നീ സ്വർണ്ണമായിട്ട് നീ വേറെ വഴിക്ക് പോയിക്കോ, ഞാൻ എൻ്റെ റൂട്ട്. നമുക്ക് രണ്ടാർക്കും 2 റൂട്ടാണ്. പണത്തെ പടച്ചോനാക്കുന്നവരുണ്ട്, പടച്ചോനെ ഇലാഹാക്കുന്നവരുണ്ട്. രണ്ടും വ്യത്യാസമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയി കഴിഞ്ഞപ്പോൾ 2 ചെറുപ്പക്കാർ അതുവഴി യാദൃശ്ചികമായി കടന്നു.
രണ്ടാളും ക്രിമിനൽ പശ്ചാത്തലമുള്ള രണ്ടാളുകളാണ്. ഈ രണ്ടാളുകൾ ഇങ്ങനെ വരുമ്പോൾ ഇയാൾക്കൊരു ഒയന്ന കളി, ഇയാൾക്ക് ഈ സ്വർണ്ണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എവിടെ മൂടി വെക്കേണ്ടത്, ഇല്ല കെട്ടി വെക്കേണ്ടത്. ഇത്രയേറെ സ്വർണം കിട്ടിയാൽ പിന്നെ സമാധാനം ഉണ്ടോ? പണമുള്ളാക്കും സമാധാനമില്ല. ഇത്രയേറെ സ്വർണം കിട്ടിയപ്പോൾ സമാധാനമില്ലാത്ത കളി കളിക്കുന്നത് കണ്ടപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള രണ്ടാളുകൾ അത് കടന്നു വരുമ്പോൾ അവർ ചോദിച്ചു, എന്താടാ മരുഭൂമിയിൽ ഒറ്റക്ക്? ഒന്നുമില്ല എന്ന് പറഞ്ഞ് മൂപ്പര് കെട്ടുമൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പം ഇവർക്ക് തോന്നി കെട്ടിൽ കാര്യമായിട്ട് എന്തോട്ടല്ലോ, കുടിച്ചു നോക്കുമ്പോൾ ഇതിൽ സ്വർണ്ണ. അപ്പം ഇവർ പറഞ്ഞു, ഇത്രയും സ്വർണം നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കൃത്രിമം നീ കളിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. അതുകൊണ്ട് നിന്നെ ഞങ്ങളൊന്നും ചെയ്യൂല, പക്ഷെ ഞങ്ങളെ കമ്പനി കൂടിയാൽ മതി. കിട്ടിയത് നമുക്ക് 3 ആക്കി ഓരി വെച്ചിട്ട് 3 ആക്കി കൊടുക്കാം. ഇനി നമുക്ക് 3 ആക്കും കമ്പനി ആയിട്ട് പോവാം. അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ ഇത്ര സ്വർണ്ണം എവിടുന്ന് കിട്ടി? അനധികൃതമായി കിട്ടിയതാണ്. കൊല്ലും ഞങ്ങൾ, അല്ലെ ഞങ്ങളെ കൂട്ടത്ത് കൂടിക്കോ. കൊല്ലുന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ നല്ലപോലെ കൂട്ടത്ത് കൂടലല്ലേ. അങ്ങനെ സ്വർണം 3 ആയി ഓഹരി വെച്ചു. 3 ഓഹരി വെച്ച് 3 ആൾ എടുത്തു. എടുത്തതിൻ്റെ ശേഷം ഒരാൾ പറഞ്ഞു, നമുക്ക് ഇത്രയേറെ സ്വർണം കിട്ടിയ സ്ഥിതിക്ക് ഒന്ന് ആഘോഷിച്ച് കളയാം. ഇപ്പൊ കല്യാണത്തിന്റെ തലേന്നൊക്കെ ഉണ്ടല്ലോ ഒരു ആഘോഷം, കുറച്ച് വള്ളടിച്ച് കേട്ട് എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ, ന്യൂ ഇയർ വരുമ്പോൾ, ജനുവരി 1 വരുമ്പോൾ 1 രാവിലെ സന്തോഷം പ്രകടിപ്പിക്കൽ, ഓണത്തിന്, വിഷുവിന്, പെരുന്നാളിന് എന്നതുപോലെ ഇത്രയേറെ സ്വർണം കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊന്ന് ആഘോഷിക്കാം, ആഘോഷിച്ച് പിരിയാമെന്ന് തീരുമാനിച്ചു. അതിനെന്താ വേണ്ടത്? ഒരാൾ ടൗണിൽ പോയിട്ട് മദ്യവും കുറച്ച് ഭക്ഷണവും വാങ്ങിക്കൊള്ളുക. അല്പം നാണയെടുത്തോൻ്റെ കയ്യിൽ കൊടുത്തു. ഒരാൾ ഭക്ഷണത്തിന് പോയി. ഭക്ഷണത്തിന് പോണ സമയത്ത് ഇയാളുടെ മനസ്സിലൊരു ചിന്ത ഇങ്ങനെ വരും. ഇവിടെ ഇരിക്കുന്ന രണ്ടാൾ, ഒരാൾ കിഴക്കോട്ട്, ഒരാൾ പടിഞ്ഞാട്ടും തിരിഞ്ഞിരിക്കണം. രണ്ടാളും കൂടുതൽ വർത്താനൊന്നും പറയുന്നില്ല. ഇരുത്തത്തിൻ്റെ അർത്ഥം എന്താ പറയുക? ഓരോരുത്തരും ചിന്തിക്കുന്ന എന്താ അറിയോ, ഇതിപ്പോൾ സ്വർണം 3 ഓഹരി വെക്കേണ്ടി വന്നില്ലേ, അത് ഓരോ ഓഹരിയാക്കാൻ എന്താ മാർഗം, സ്വന്താക്കാനുള്ള വഴി എന്താണ്? ഓരോരുത്തരും ചിന്തിച്ച്. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണമെന്ന് ആലോചിച്ചു, പടിഞ്ഞാട്ട് തിരിഞ്ഞവൻ അങ്ങനെ ആലോചിച്ചു. ഭക്ഷണത്തിന് പോയ ആൾ വിചാരിച്ചു, ഇതിപ്പോൾ 3 ഓഹരി വെക്കണ്ടേ, അത് സ്വന്തം എനിക്കെന്നെ എടുത്തൂടെ, അതിന് വല്ല ഹിക്കുമത്തുണ്ടോയെന്ന് മൂപ്പരാലോചിച്ചു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? മദ്യവും ഭക്ഷണവും വാങ്ങുന്ന കൂട്ടത്തിൽ നല്ല കടുപ്പുള്ള കുറച്ച് വിഷം വാങ്ങിയിട്ട് ഭക്ഷണത്തിൽ പകർത്തി ശരിക്കും ഉഷാറാക്കി മദ്യത്തിലൊക്കെ എടുത്തിട്ട് കുറച്ച് ഒഴിച്ചിട്ട് കൊണ്ടുവന്നു. ഇയാൾ മനസ്സിലാക്കി, ഇവരാണ് കഴിച്ചിട്ട് 2 മരിച്ചാൽ സ്വർണം മുഴുവൻ എനിക്കെടുക്കാമെന്ന് വിചാരിച്ചു. അയാൾ വിഷം കലർത്തിയ മദ്യവും ഭക്ഷണവുമായി തിരിച്ചു വന്നു. സന്തോഷത്തോടു കൂടെ പാട്ടും പാടിക്കൊണ്ടുവന്ന് അവരെ മുമ്പിൽ വെച്ചു. അവരെ മുമ്പിൽ വെക്കുന്നതിന് മുമ്പ് ഇവരെ തീരുമാനത്തിലെത്തിയാണ്. എന്താണെന്നറിയോ? എടോ, നമ്മൾ ഈ സ്വത്ത് 3 ഓഹരി വെക്കണ്ടേ? നമുക്ക് ആ ഭക്ഷണത്തിന് പോയവൻ വരുമ്പോൾ ഓനെ നമുക്ക് 2 കൂടി കൊല്ലാം, ഒരറ്റടി ഓനെ കൊലപ്പെടുത്താം, എന്നാൽ നമുക്ക് 2 കൂടി തോരിച്ചെടുക്കാം, വലിയ സ്വർണ്ണല്ലേ. ഇവർ 2 അങ്ങനെ തീരുമാനിച്ചു. ഭക്ഷണത്തിൻ്റെ പാത്രം കൊണ്ട് മദ്യത്തിൻ്റെ കുപ്പിയും കൊണ്ടുവന്ന് താഴെ വെക്കാൻ വേണ്ടി കുനിയുമ്പോൾ അവർ നേരത്തെ മണലിൽ പൂഴ്ത്തി വെച്ച വടിയെടുത്ത് ഒരറ്റടി അടിച്ചു പോന്നു. അടിച്ചു വന്നതിന് ശേഷം അവൻ്റെ ശവം അങ്ങോട്ട് വലിച്ചിട്ടിട്ട് ഇനി കുടിക്കടാ ആണ്ടാൾ പോയി. ആർക്കില്ല. ഇതാ ദുനിയാവ്, എല്ലാ ദുനിയാവും. ഞാൻ നേരത്തെ പറഞ്ഞ ആലോചിച്ച് നോക്ക്, ഭൂമി എൻ്റെ തോട്ടം. ഒരു 50-60 കൊല്ലം മുമ്പ് ആ വാക്ക് പറഞ്ഞ് വേറെ ആളാ. അതിൻ്റെ ഒരു 10-70 കൊല്ലം മുമ്പ് വേറെ ആളാണ്. എത്ര ആളുകൾ എൻ്റേതെന്ന് പറഞ്ഞു, എല്ലാവരും പറഞ്ഞെങ്കിലും ഭൂമിക്കൊരു കുഴപ്പമില്ല, ഭൂമി ഇതവിടെ എന്നതുപോലെ ദുനിയാവ് ഒരുപാട് ആളുകളെ പരീക്ഷിച്ച മുതലാണിത്. ഒരുപാട് ആളുകൾക്ക് കടുത്ത പരീക്ഷണം കൊടുത്ത ഭൂമിയാണിത്. അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ചിലരൊക്കെ അതിൽ വിജയിച്ചു, ചിലർ പള്ളിക്ക് കൊടുത്തു, ചില ആളുകൾ മദ്രസക്ക് കൊടുത്തു, ചില ആളുകൾ പൊതുസ്ഥാപനങ്ങൾക്ക് കൊടുത്തു, യതീംഖാനക്ക് കൊടുത്തു, ചില ആളുകൾ പാവപ്പെട്ടവർക്ക് നൽകി. ഇങ്ങനെ സ്വർഗം നേടിയ ആളുകളുണ്ട്. ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ച് ആർത്തിയോടുകൂടെ കഴിഞ്ഞ് ജനങ്ങളെ വെറുപ്പും അള്ളാന്റെ വെറുപ്പും സമ്പാദിച്ച് മരിച്ചുപോയവരും ഒക്കെ ഈ ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഈസാ നബി പിന്നീട് അതുവഴി കടന്നു വരുമ്പോഴാണ് ഈ 3 മയ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ ഈസാ നബി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പൊ അള്ളാഹു പറഞ്ഞു കൊടുത്ത കഥ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്? ദുനിയാവിനെ സ്നേഹിച്ച 3 ചെറുപ്പക്കാരുടെ ദാരുണമായ അന്ത്യം. ആ അന്ത്യം കുറിക്കപ്പെട്ട കഥ ഈസാ നബി അലൈഹി സ്വലാം വിശദീകരിച്ചു കൊടുക്കും. നോക്കൂ നിങ്ങൾ, ദുനിയാവിനോടുള്ള മഹബത്ത്, ആഡംബരപ്രിയം കൽബിലേക്ക് വന്നാൽ വീടൊരു തലക്കൽ ഇങ്ങനെ ഉണ്ടാക്കുന്നു, മറ്റൊരു ഭാഗം പൊളിച്ചു മാറ്റുന്നു, വീണ്ടും ലക്ഷങ്ങൾ ചെലവാക്കുന്നു, മറ്റൊരു കോലത്തിൽ വാഹനങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു, ലക്ഷക്കണക്കിന് ഉറുപ്പിക ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലോ അവൻ്റെ കുടുംബത്തിലും അവൻ്റെ അയൽപക്കത്തും മിസ്കീന്മാരും ഫക്കീറന്മാരുമായിട്ടുള്ള ഒട്ടനവധി ആളുകൾ ഉണ്ടാകുമ്പോൾ അവരെ പ്രശ്നങ്ങളൊന്നും തിരിഞ്ഞു നോക്കാത്ത ആളുകൾ, നിങ്ങൾ ഓർക്കണം, നിങ്ങളെ കാത്തിരിക്കുന്നത് ഭയാനകമായ അവസ്ഥയാണ്. അല്ലദീന യക്നിസൂന അസ്സബ വൽ ഫില്ലത ലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്.
അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ സമ്പത്ത് കെട്ടിപ്പൂട്ടി വെക്കുന്ന ആളുകൾ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ഇതിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല. ഇതെന്തിനുള്ളതാണ്? നമ്മുടെ കയ്യിൽ കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുത്ത് സ്വർഗം വാങ്ങാനുള്ള. നിങ്ങൾ സന്തോഷിച്ചു, ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ശരീരത്തിൻ്റെ സന്തോഷമാണോ വലിയ സന്തോഷം, അതോ മനസ്സിൻ്റെ സന്തോഷമാണോ? ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരൊറ്റ ഉദാഹരണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബി പള്ളിയിൽ വന്നപ്പോൾ, പരിചയമില്ലാത്ത ഒരാൾ പള്ളിയിൽ വന്നപ്പോൾ ആദ്യം ഭാര്യമാരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു, ഇന്നയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഓരോ ഭാര്യയും സങ്കടത്തോടെ മറുപടി പറഞ്ഞു, നബിയേ, പച്ചവെള്ളമല്ലാതെ ഇന്ന് രാത്രി നമ്മുടെ വീട്ടിൽ ഭക്ഷണമില്ല. പച്ചവെള്ളമല്ലാത്ത ഭക്ഷണം ഇന്ന് നമ്മുടെ വീട്ടിലില്ല, അതുകൊണ്ട് അതിഥിയെ സൽക്കരിക്കാൻ നിവൃത്തിയില്ല എന്ന് ഓരോ ഭാര്യമാരും സങ്കടത്തോടുകൂടെ മറുപടി പറഞ്ഞപ്പോൾ, പ്രവാചകന്റെ ഭാര്യമാരുടെ ആരെ വീട്ടിലും ഭക്ഷണമില്ലാത്ത രാത്രിയാണ്. അന്ന് ആ ചെറുപ്പക്കാരന്റെ കൈപിടിച്ചുകൊണ്ട് മദീന പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ ചോദിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട അനുയായികളെ, അനുചരന്മാരെ, ഈ വിരുന്നുകാരനായ മനുഷ്യന് ഇന്നത്തെ രാത്രി ഒരു ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ തൽഹത്ത് എന്ന് പറയുന്ന ഒരു സഹാബി എഴുന്നേറ്റ് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം നബിയെ, ഇന്നത്തെ രാത്രി ഞാൻ അദ്ദേഹത്തെ സൽക്കരിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നബിന്റെ ഭാര്യമാരെ വീട്ടിൽ നിന്നും ഒരു മനുഷ്യന് കൊടുക്കാനുള്ള ഭക്ഷണമെല്ലാം തമാശല്ലത്, ഹദീസാണ്. അപ്പോഴാണ് പള്ളിയിലേക്ക് കൊണ്ടുപോയത്. അബൂ തൽഹത്ത് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. ഭാര്യയോട് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ വിരുന്നുകാരൻ വന്നിട്ടുണ്ട്, ഇന്ന് രാത്രി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാം, സൽക്കരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് കേട്ടപ്പോൾ ഭാര്യ പതുക്കെ അബൂ തൽഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഭർത്താവേ, നമ്മുടെ മക്കൾക്ക് കഴിക്കാനുള്ള ഏതാനും റൊട്ടി കഷ്ണങ്ങളല്ലാതെ ഒന്നുമില്ല വീട്ടിൽ. ഞാനും നിങ്ങളും ഇന്ന് പട്ടിണി കിടക്കേണ്ട ദിവസമാണ്. പക്ഷെ അവർക്കൊന്നും പ്രശ്നമല്ല കേട്ടോ. അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി കിടക്കുക എന്നാണ് അവർക്കത് റാഹത്താ. ഇപ്പൊ നോമ്പ് നോൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷാ അല്ലേ? നേരം വെളുത്ത് വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതെ നോമ്പ് നോൽക്കുമ്പോൾ നാസ്ത കഴിച്ചില്ലല്ലോ, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല എന്ന ടെൻഷൻ നമുക്കുണ്ടോ? ഒരു പകല് മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞ സന്തോഷമാണ്. അതുപോലെ ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന സഹാബത്തിന് സന്തോഷമാണ്. റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ പട്ടിണി കിടക്കേണ്ടി വന്നല്ലോ എന്ന സങ്കടം ഒരിക്കലും അവർക്കുണ്ടായിട്ടില്ല. ശരിക്കാലോചിച്ച് നോക്ക്, നോമ്പ് നോൽക്കുന്ന പകൽ സമയത്ത് ഭക്ഷണം കഴിക്കാത്ത നിങ്ങൾക്ക് സന്തോഷമുള്ളതുപോലെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ അനുയായികൾക്ക് അന്ന് സന്തോഷമാണ്. ഭാര്യ ഭർത്താവിനോട് പറയുന്നു, ഇന്ന് ഞാനും നിങ്ങളും പട്ടിണി കിടക്കേണ്ട ദിവസമാണ്, കുട്ടികൾക്കുള്ള ഭക്ഷണമേ ഉള്ളൂ, എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അബൂ തൽഹത്തിനൊന്നും മറുപടിയില്ല. മക്കൾ കഴിക്കേണ്ട ഭക്ഷണം മക്കൾ കഴിക്കണ്ടേ? അബൂ തൽഹത്തിന് മറുപടി പറയാനില്ല. ആ സമയത്ത് ബുദ്ധിമതിയായ ഭാര്യ തന്നെ പറഞ്ഞു, ഞാനൊരു പരിഹാരം ഉണ്ടാക്കും. എന്താ? നമുക്കുള്ള ഭക്ഷണം അതിഥിക്ക് കൊടുക്കാം. റസൂലുള്ളാഹിന്റെ അതിഥിയല്ലേ, അതല്ലേ നാളെ പരലോകത്ത് കിട്ടുക. മക്കളെ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കഥ പറഞ്ഞ് നല്ലൊരു പാട്ട് പാടിയാണ്ട് ഉറക്കാം. കുട്ടികളുണ്ട്, ഉറങ്ങി കിട്ടിയാൽ തീർന്നു. അങ്ങനെ ആ പ്രിയപ്പെട്ട സഹോദരിമാരെ ഓർക്കണം. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള വിശുദ്ധയായ വനിത അബൂ തൽഹത്തിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി തന്റെ മക്കളെ ഓരോ കഥ പറഞ്ഞ് കട്ടിലിൽ കിടന്നുറക്കി, ചെറിയ പൈതലിനെ തോളിലിട്ടുറക്കി. മക്കളെ മുഴുവനും ഉറക്കിയതിന്റെ ശേഷം ആ കുട്ടികൾ അന്ന് കഴിക്കേണ്ടുന്ന ഏതാനും റൊട്ടിയും ഭക്ഷണവും വെണ്ണയും എടുത്തുകൊണ്ട് ആ വിരുന്നുകാരനായ അതിഥിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുമ്പോൾ ഭർത്താവിനോട് പ്രത്യേകം ഉപദേശം കൊടുത്തു, നിങ്ങൾ കഴിക്കരുത്. കാരണം രണ്ടാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമില്ല, ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. അത് വിരുന്നുകാരനെ തന്നെ തീറ്റിക്കണം. ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് വരുമ്പോൾ അനവധി ബറക്കത്തുകളാണ് ആ വിരുന്നുകാരനോടുകൂടെ വീട്ടിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് ആ വിരുന്നുകാരനെ സന്തോഷിപ്പിക്കണം. നിങ്ങളവിടെ ഇരിക്കാനേ പാടുള്ളൂ, ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പം അയാൾ ചോദിച്ചു, അതെങ്ങനെ അതിഥി കഴിക്കുമോ? നമ്മൾ രണ്ടാൾ ഒരുമിച്ച് വന്നിട്ട് അതിഥി മാത്രം കഴിക്കുക, ഞാൻ കഴിക്കാതിരിക്കുക? അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾ കഴിക്കുമ്പോൾ അങ്ങനെ അഭിനയിച്ചാൽ മതി. സ്വർഗം വാങ്ങാനുള്ള താല്പര്യമാണിത്, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഇബാദത്താണിത്. ഭർത്താവിന് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കണം. അപ്പൊ അയാൾ ചോദിച്ചു, അയാളെന്താ കണ്ണോട്ടനാ? അയാൾ കാണൂലേ ഞാൻ അഭിനയിച്ചാൽ? അപ്പൊ ഭാര്യ പറയാണ്, അതിനൊരു പണിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം മെല്ലെ ബാക്കിലൂടെ കൊണ്ടുവന്ന് അവിടെ വെച്ചിങ്ങ് പോരുമ്പോൾ അറിയാതെ എന്ന വണ്ണം വളക്കിനൊരു തട്ട് കൊടുക്കും.
വിളക്ക് തട്ടി മറിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഉണ്ടാവില്ല. പിന്നെ അത് കത്തിച്ചെല്ലാം വരുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ച് തീരും. ഞാൻ അങ്ങനെ വിളക്ക് കെടുത്തിക്കൊണ്ട് അത് തിരക്കിടില്ല. അങ്ങനെ അബൂ തൽഹത്തും അതിഥിയും ഭക്ഷണം കഴിക്കാനിരുന്ന് ഭക്ഷണം കൊണ്ടേ കൊടുത്തു. വെള്ളം കൊടുക്കാൻ വേണ്ടി ഭാര്യ ബേക്കിലൂടെ വന്ന് അതിഥി കാണാത്ത രൂപത്തിൽ വന്ന് വെള്ളം മുമ്പിൽ വെച്ച് വരുമ്പോൾ വിളക്കിനൊറ്റ തട്ട് വിളക്ക് കൊടുക്കും. അയ്യോ വിളക്ക് കെട്ടല്ലോ. നമ്മളെന്താ പറയുക, വിളക്ക് കെട്ടോട്ടെ, വായിലേക്ക് വഴി ആരും കാണിച്ചു തരണ്ടല്ലോ, നമുക്ക് പരിചയമുള്ളതല്ലേ എന്ന് പറയും നമ്മൾ. അങ്ങനെ ഭക്ഷണം കഴിച്ച് അബൂ തൽഹത്ത് അങ്ങനെ ചവക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ച് ചവക്കുന്നത് പോലെ ചവച്ച് ശബ്ദമുണ്ടാക്കി. നോക്കണം നിങ്ങൾ, വിശപ്പുണ്ടവർക്ക്, വയറ്റിൽ വിശപ്പുണ്ട്. എന്നിട്ടും ചവച്ച് ശബ്ദമുണ്ടാക്കുമ്പോൾ അതിഥി മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാണ്. അത് മനസ്സിലാക്കിയിട്ട് അതിഥി ഭക്ഷണം മുഴുവനും കഴിച്ചു. അതിഥി ഭക്ഷണം മുഴുവനും കഴിച്ചപ്പോൾ അവർക്ക് രണ്ടാക്കും വല്ലാത്ത സന്തോഷം. അതിഥിനെ പള്ളിയിൽ കൊണ്ടുപോയി. അതിഥിനെ പള്ളിയിലേക്ക് പറഞ്ഞയച്ചു. ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കുന്നു, ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കുന്നു. തളർന്ന് ഉറങ്ങിക്കിടക്കുന്ന മക്കളെ നോക്കുന്നു. അവർ സന്തോഷിക്കുകയാണ്. ഒരു വിരുന്നുകാരനെ സൽക്കരിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി കിടക്കാൻ സാധിച്ചല്ലോ എന്ന സന്തോഷം കൊണ്ട് അവരുടെ മനസ്സുകൾ പുളകം കൊള്ളുകയാണ്. അവരുടെ ആത്മാവ് സന്തോഷിക്കുകയാണ്. വല്ലാത്ത ഒരു സുഖം. അവനവൻ ഭക്ഷണം കഴിക്കാതെ മറ്റൊരാളുടെ വിശപ്പ് മാറ്റുമ്പോൾ, നമുക്ക് വിശപ്പുള്ളപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ബലി കഴിച്ചുകൊണ്ട് മറ്റുള്ളൊരാൾക്ക് സേവനം ചെയ്യുമ്പോൾ കിട്ടുന്ന സമാധാനം, ആ സമയത്തൊരു സത്യവിശ്വാസിക്കുണ്ടാകുന്ന മനസ്സിന്റെ സുഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അവാച്യമായ അനുഭൂതിയല്ലേ. അതാ സുഖം, അതല്ലേ സുഖം. നമ്മളെ സമ്പത്ത് മറ്റുള്ളവർക്ക് നൽകിയിട്ട് അവരതുകൊണ്ട് സന്തോഷിക്കുന്നത് കാണുമ്പോൾ വിശ്വാസിയുടെ മനസ്സിനെന്തൊരു സന്തോഷമാണ്. അബൂ തൽഹത്തും ഭാര്യയും മക്കളും പട്ടിണി കിടന്നിട്ട് വിരുന്നുകാരന് ഭക്ഷണം കൊടുത്തപ്പോൾ അവരുടെ മനസ്സിനെന്തൊരു സന്തോഷം, എന്തൊരു റാഹത്ത്. അതല്ലേ റാഹത്ത്, അല്ലേ? അതല്ലേ റാഹത്ത്. നേരെ മറിച്ച് നമ്മൾ കുറേ ബിരിയാണിയും ചപ്പാത്തിയും ഒറോട്ടിയും ഫ്രൂട്ട്സും പായസും എല്ലാം കഴിച്ച് മിഹ്റാബ് പോലെ വയറാക്കിയിട്ട് ഇങ്ങനെ ഏമ്പക്കിടുന്നതാ സുഖം? അതോ ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുത്ത് അവർ കഴിക്കുന്നത് കാണുമ്പോഴോ സന്തോഷം? ആലോചിച്ച് നോക്ക് ശരിക്ക്. നമ്മൾ കുറേ തിന്നിട്ടെന്താ, കുറേ തിന്നാൽ ആശുപത്രിക്ക് ഇങ്ങനെ പോകാം. എന്നിട്ട് അത്താത്തേ പോടേ, ഞാൻ കൊളസ്ട്രോൾ പരിശോധിക്കാൻ പോവാ, ഞാൻ ഷുഗർ പരിശോധിക്കാൻ പോവാ, പരിശോധിച്ച് തിരിച്ചു വരും. പിറ്റത്താഴ്ച പോവാ, എങ്ങട്ടാ? കൊളസ്ട്രോൾ പരിശോധിക്കുക, തിന്നുക, പരിശോധിക്കുക, തിന്നുക തന്നെ. വേറെ എന്തായാലും ഉള്ളത്. അതുകൊണ്ടാ പല രോഗങ്ങളും നമുക്കൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. എല്ലാവർക്കും രോഗം വരുന്നൊക്കെ കാരണമൊക്കെയാണ് തീറ്റ തന്നെ. അങ്ങനെ അവനവൻ തിന്നു മുടിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവർക്ക് കൊടുത്ത് അവർ കഴിക്കുന്നത് കാണുമ്പോൾ സന്തോഷം. അങ്ങനത്തെ കുറേ നല്ല മനുഷ്യന്മാർ. പിറ്റേന്ന് രാവിലെ അബൂ തൽഹത്ത് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അള്ളാന്റെ റസൂല് കാത്തിരിക്കുന്നത് പോലെ അബൂ തൽഹത്തിനെ കണ്ടപ്പോ 14-ാം രാവ് പോലെ പ്രശോഭിതമായ പ്രവാചകന്റെ പൂമുഖം ഒന്നും കൂടി പ്രശോഭിച്ചു. അബൂ തൽഹത്തിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അബൂ തൽഹ, നിങ്ങളെ സൽക്കാരത്തിൽ അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു, അള്ളാഹു സന്തോഷിച്ചിരിക്കുന്നു. അബൂ തൽഹ. അബൂ തൽഹത്ത് പറഞ്ഞു, നബി അങ്ങനത്തെ ഒരു സൽക്കാരമൊന്നുമില്ല, ഒന്നും കൊടുക്കാനില്ലേന് നബിയെ, ഏതാനും കുട്ടികൾക്കുള്ള റൊട്ടിക്കഷ്ണേ ഉള്ളായിരുന്നു. അള്ള സന്തോഷിക്കണമെങ്കിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കണം എന്നില്ല, നിങ്ങളെ മനസ്സിലേക്ക് അള്ള നോക്കിയത്. അബൂ തൽഹത്തെ, റൊട്ടിക്കഷ്ടമാവട്ടെ, അള്ളാഹു ആ സന്തോഷം നിന്നെ അറിയിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു വളരെ ഇഷ്ടപ്പെട്ടു നിന്നെയും നിന്റെ ഭാര്യയെയും നിന്റെ കുടുംബത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ ഒരടിമക്ക് ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താണ്? അബൂ തൽഹത്തെ, നിങ്ങളെയും നിങ്ങളെ ഭാര്യയെയും കുടുംബത്തെയും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ വിവരം നിങ്ങളോട് പറയാൻ പടച്ച റബ്ബെന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പ്രവാചകന്റെ നാവ് കൊണ്ട് കേൾക്കുമ്പോൾ അബൂ തൽഹത്തിന്റെ സന്തോഷം എന്താണ്? അബൂ തൽഹത്ത് പറഞ്ഞു, അങ്ങനെ അത്ഭുതപ്പെടുത്താൻ മാത്രമുള്ള സൽക്കാരമൊന്നും നടത്തിയിട്ടില്ല, ഒന്നുമില്ലായിരുന്നു വീട്ടിൽ നബിയെ. അല്ല അബൂ തൽഹ, ഏതായാലും അള്ള ഇഷ്ടപ്പെട്ടു, എന്താ എന്റെ ഹിക്മത്തൊന്ന് പറയൂ. അപ്പൊ പറഞ്ഞു, നബി എന്റെ കുട്ടികളെ ഓരോ കഥ പറഞ്ഞുറക്കി. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ച് ഉള്ള ഭക്ഷണം അതിഥിയെ കൊണ്ട് തീറ്റിയതാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരുന്നു മുഖറബായ മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയാണ്, വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ വമൻ യൂക ശുഹ നഫ്സിഹി ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കി, വയൂസിറൂന അലാ അൻഫുസിഹിം, അവരെ സ്വന്തത്തെക്കാൾ അവർ മറ്റുള്ളവരെ തെരഞ്ഞെടുക്കുന്നു.
വലൗ കാന ബിഹിം ഖസ്വാസ, അവർക്ക് തന്നെ പ്രയാസമുള്ളപ്പോൾ അവരുടെ സ്വന്തം പ്രയാസങ്ങളെ മറന്ന് അവരുടെ സ്വന്തം ആവശ്യങ്ങളെ ബലികഴിച്ചുകൊണ്ട് മറ്റുള്ള ആവശ്യങ്ങൾക്ക്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അത്തരം ആളുകളെ അഭിനന്ദിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവര് വിജയം കൈവരിച്ചവരാകുന്നു, അവര് വിജയികളാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. വിജയത്തിന്റെ വഴി അതാണ്. സ്വന്തം കുറെ തിന്നു മുടിക്കുക, ദൂർത്തടിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ജീവിതത്തിൽ മിതത്വം പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തുകൊണ്ട് ആത്മസംതൃപ്തി നേടി അള്ളാഹുവിന്റെ പൊരുത്തം നേടി അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് പോവാനുള്ള വഴിയാണ് ഒരു സത്യവിശ്വാസി അന്വേഷിക്കേണ്ടത്. അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ എപ്പോഴും ഉണ്ട്, ധാരാളം. കുറച്ചു മുമ്പ് ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു, കണ്ണൂർ ജില്ലയിൽ. അദ്ദേഹം പറഞ്ഞു, ഇന്ന് 3 കല്യാണമുണ്ട്. 3 കല്യാണത്തിന്റെ കഥ പറഞ്ഞു അദ്ദേഹം. അപ്പൊ എന്താ സംഭവം എന്നറിയോ? ഗൾഫിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ തന്റെ പിഞ്ചോമന പൈതലിന്റെ കഴുത്തിലുള്ള ചെയിന് പോലും ഊരിയെടുത്തുകൊണ്ടാണ് പോയത്. എപ്പോഴും ഈ ചെയിനിട്ടുകൊണ്ട് തുള്ളിച്ചാടുന്ന തന്റെ പ്രിയപ്പെട്ട മകൾ, ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം തന്റെ പ്രിയപ്പെട്ട മകൾക്ക് ഉണ്ടാക്കിക്കൊടുത്തൊരു സ്വർണ്ണ ചെയിൻ. ഒരിക്കലും ആ കുട്ടി അത് കഴുത്തുന്നൂരാറില്ല. ഗൾഫിൽ പോവാനുള്ള അമിതമായ ഭൂതി കൊണ്ട്, പട്ടിണി കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകളോട് കഥ പറഞ്ഞുകൊണ്ട് ചെയിനൂരി എടുത്തുകൊണ്ട് വിറക്കുന്ന കൈകളോടുകൂടെ ചെയിന് കൊണ്ടുപോയി വിൽപ്പന നടത്തി വിൽക്കാൻ പറ്റുന്ന സർവ്വസാധനങ്ങളും വിറ്റ് ഗൾഫിൽ പോയി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അല്പം സമ്പത്തുണ്ടായി. സമ്പത്തെല്ലാം ഉണ്ടായപ്പോൾ തന്റെ മകളെ കെട്ടിക്കണം. മൂത്ത മകൾ പെൺകുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്. മൂത്ത മകൾ പെൺകുട്ടിയാണ്. അപ്പോ ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തേണ്ട തിരക്കെത്തിയപ്പോ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, കല്യാണം പൊടിപൊടിക്കണ്ടേ, മുമ്പത്താളൊന്നല്ല, അപ്പൊ നല്ല വീടൊക്കെയായി, സൗകര്യമായി, കുട്ടിനെ കെട്ടിക്കാനുള്ള സ്വത്തൊക്കെ ഉണ്ട്, ഗാനമേള വേണം, വീഡിയോ ക്യാമറ വേണം, വഫ വേണം, നിന്ന് തിന്നണം, നടന്നു മൂത്രയിക്കണം, ഈ ജാതി ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ അയാളിങ്ങനെ ചിരിക്കും. നമ്മൾ ആരെ ഏൽപ്പിക്കണ ഭക്ഷണം, ഫുഡാരെ, ഗാനമേള എവിടെയാ, ഷറാക്കണ്ടേ, ഒന്നുമില്ലാത്ത ആൾക്ക് പണം കിട്ടിയാൽ പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. ഇതൊക്കെ സുഹൃത്തുക്കൾ പറയുമ്പോൾ ഇയാൾ ഇൻഷാ അല്ലാഹ് ഒരു മുളക്കം മാത്രം. അവസാനം കല്യാണത്തിന്റെ സമയം വന്നു. കല്യാണത്തിന് സമയം വന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ സുഹൃത്തുക്കളെ മുഴുവനും ക്ഷണിച്ചു. ആ സന്ദർഭത്തിൽ മകൾക്ക് ഭർത്താവിനെ കണ്ടെത്തി. ഇനി അത് ഉറപ്പിച്ച് കല്യാണം നടത്തണം, കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ തൻ്റെ അടുത്ത സ്നേഹിതനായ കണ്ണൂർ സ്വദേശിയെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സ്നേഹിത, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, എൻ്റെ മകളെ കല്യാണം ഭംഗിയാക്കണം, അത് നിന്റെ സഹായം വേണം. ആയിക്കോട്ടെ, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്തു തരാലോ. എങ്ങനെ ഭംഗിയാക്കണ്ട്? ഗാനമേള ഏൽപ്പിക്കണം. ആ സമയത്ത് ഇയാൾ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചതല്ല എടോ, ഞാൻ ഗൾഫിലേക്ക് വരുമ്പോഴേ എൻ്റെ കുട്ടിൻ്റെ ചെയിനൂരി വിറ്റിട്ടാ പോകുന്നത്, ഭാര്യൻ്റെ കാതിലും കഴുത്തിലുള്ള മുഴുവൻ വിറ്റിട്ടാ പോകുന്നത്. ഇന്ന് അല്ലാഹു തആല എന്നെ ഈ നിലയിലെത്തിച്ചു, അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞ കാലം ഞാൻ മറക്കൂല. ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ എൻ്റെ കുടുംബത്തിലുണ്ട്. എൻ്റെ മൂത്ത പെങ്ങൾക്കൊരു ഭർത്താവിനെ കിട്ടാതെ പ്രായം കൂടി 25-26 വയസ്സായിട്ടും കിട്ടാതെ കരഞ്ഞോനാ ഞാനും, അതുപോലെ എൻ്റെ ഉമ്മയും ബാപ്പയൊക്കെ. അതുപോലെ കരയുന്ന ഒരുപാട് സഹോദരിമാർ എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ തീരുമാനം, എൻ്റെ മകളുടെ നിക്കാഹ് നടക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചെലവിൽ 2 കുട്ടികളെ എനിക്ക് കെട്ടിക്കണം, അതിൻ്റെ ഫുൾ ചെലവ്. അതാണ് ഞാൻ എടുത്ത തീരുമാനം. ഇയാൾ ഞെട്ടിപ്പോയത് കേട്ടപ്പോൾ. അങ്ങനെ ഒരു കുട്ടിയെ കണ്ണൂർ ജില്ലയിൽ നിന്നും ഒരു കുട്ടിയെ മലപ്പുറം ജില്ലയിൽ തിരഞ്ഞെടുത്തു. ഇയാൾ തൃശ്ശൂർ ജില്ലക്കാരനാണ്. അങ്ങനെ ഈ 3 കുട്ടികളെ, 2 കുട്ടിയല്ല 3 കുട്ടികളെ, ഒരു കുട്ടി ഇയാളെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും, ഒരു കുട്ടിയെ മലപ്പുറം ജില്ലയിൽ നിന്നും, ഒരു കുട്ടിയെ കണ്ണൂർ ജില്ലയിൽ നിന്നും, ഈ 3 കുട്ടികളുടെ വിവാഹം ഉറപ്പിച്ചു. പെട്ടെന്ന് അതിന് വേണ്ടുന്ന ചെലവ് അന്ന് കണ്ണൂർ ജില്ലയിലുള്ള കുട്ടിക്ക് 4 ലക്ഷം റുപ്യ, കുറച്ച് മുമ്പാണ്. 4 ലക്ഷം റുപ്യ ഉണ്ടായാൽ എല്ലാം തീരും, പൊന്നിന് വിലയൊന്നുമില്ല. മലപ്പുറം ജില്ലയിലുള്ള കുട്ടിക്ക് 2.5 ലക്ഷം റുപ്യ. അതുപോലെ തന്നെ മറ്റേ ഈ തൃശ്ശൂരുള്ള കുട്ടിക്ക് എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ 3 കുട്ടികളുടെയും കല്യാണത്തിന് ആവശ്യമായ പൊന്നും പണവും വസ്ത്ര ചെലവടക്കം അയാൾ കൊടുത്തു. അന്ന് അത്രേ വേണ്ടു. അത് കൊടുത്തിട്ട് ആ 3 കുട്ടികളുടെ നിക്കാഹ് നടന്നതിൻ്റെ ശേഷമാണ് തൻ്റെ മകളുടെ നിക്കാഹ് നടത്താൻ വേണ്ടി എൻ്റെ മോളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു എന്ന് പറയാൻ അദ്ദേഹം പള്ളിയിലേക്ക് നടന്നു പോകുന്നത്. ഈ സന്തോഷം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. പടച്ചവനെ, ഞാൻ കഠിനാധ്വാനം ചെയ്ത പൈസ കൊണ്ട് 3 കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് ജീവിതം നൽകാൻ എനിക്ക് സാധിച്ചു. ആ 3 കുട്ടികൾക്ക് കുടുംബജീവിതം നൽകുക എന്ന് പറഞ്ഞാൽ ആ 3 കുട്ടികൾക്ക് മാത്രമല്ല, ആ കുട്ടികൾ വലിയ ഭാരമായി എങ്ങനെ കെട്ടിച്ചയക്കുമെന്ന് ദുഃഖിക്കുന്ന മാതാപിതാക്കൾ,
പ്രായമുള്ള മാതാപിതാക്കൾ, കാരണവന്മാര്, അവരൊക്കെ ദുഃഖത്തിലായിരുന്നു. അവരെ ദുഃഖത്തിന് മുഴുവനും പരിഹാരമായി ആ 3 പെൺമക്കളുടെ കുടുംബത്തിനും സന്തോഷം നൽകിയിട്ട് തൻ്റെ മകളെ നിക്കാഹ് ചെയ്യാൻ സന്മനസ് കാണിച്ച ചെറുപ്പക്കാരൻ ഇന്നും ജീവിക്കുന്ന യുവാവാണ്. അങ്ങനത്തെയൊക്കെ മനുഷ്യന്മാരുള്ളതുകൊണ്ടാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് ആ സന്തോഷം, എന്താണ് അതിൻ്റെ ബർക്കത്ത്? അതാണ് ഒരു മനുഷ്യ മനസ്സിലുണ്ടാവേണ്ട ചിന്ത, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക. ആ 3 കുടുംബത്തിന്റെ സന്തോഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതൊരു അമലാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ? ഇദ്ഖാലുസ് സുറൂരി അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കൽബിലേക്ക് സന്തോഷം പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സൽക്രമമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു സത്യവിശ്വാസിയുടെ മനസ്സിന് സന്തോഷം കൊടുക്കുക, ഒരു മോമിനായ മനുഷ്യന്റെ കൽബിലേക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഖൈറായ അമലാണ്, ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. ഈ 3 പെൺകുട്ടികൾക്കുള്ള വിവാഹ ചെലവെടുത്തുകൊണ്ട് ആ 3 പെൺകുട്ടികളുടെ വിവാഹം കുടുംബക്കാർക്ക് യാതൊരു പ്രയാസവുമില്ലാതെ നടത്തിക്കൊടുക്കാൻ, ആ കുട്ടികളുമായി യാതൊരു ബന്ധവുമില്ലാത്ത, മാനസിക ബന്ധമല്ലാത്ത, ഇസ്ലാമിക സാഹോദര്യ ബന്ധമല്ലാത്ത, മറ്റൊരു ബന്ധവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ തയ്യാറാകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരന്റെ മനസ്സെത്ര സമ്പുഷ്ടമാണ്. നേരെ മറിച്ച് മറ്റു ചില ആളുകൾ ചെയ്തു നോക്കൂ. നിങ്ങൾ കല്യാണത്തിന്റെ 4 ദിവസം മുമ്പ് തന്നെ ലക്ഷക്കണക്കിന് 1.5 ലക്ഷം 2 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അതിമനോഹരമായ പന്തല് കെട്ടി. ആർക്കാ ഇതുകൊണ്ട് ലാഭമുള്ളത്? മാത്രമല്ല, ഗാനമേള ഗ്രൂപ്പുകൾ വന്നു, മറ്റു നാട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന വിദഗ്ധന്മാരെ കൊണ്ടുവന്നു. നടന്നും ഇരുന്നും തിന്നും വേസ്റ്റാക്കി തള്ളി അള്ളാന്റെ റിസ്ക്കിനെ വലിച്ചെറിഞ്ഞ് നിന്ദിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തും സുഭിക്ഷമായി ഭക്ഷണം എറിയാനും വേസ്റ്റാക്കാനുമുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി, കൈത്തോർത്താനുള്ള കടലാസുകളും അതുപോലെ സർവ്വ വസ്തുക്കളും വെച്ചുകൊണ്ട് ആഖിറത്തിൽ കൂലി കിട്ടാനല്ല, ആഖിറത്തിൽ കൂലി കിട്ടാനാണ് ഈ ചെയ്യുന്നതെങ്കിൽ ഒരു കുട്ടിനെ കെട്ടിക്കാൻ പൈസ കൊടുക്കല്ലേ? ഓനോട് പള്ളിപ്പിരിവ് ചോദിച്ചു നോക്കി, നിങ്ങൾ പള്ളിൻ്റെ പൈസ, പള്ളിൻ്റെ പണിയെടുക്കേണ്ട ഒരു 10,000 റുപ്യ ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല അപ്പം എന്നറിയും. ഈ ജാതിക്ക് അവൻ്റെ അടുത്ത് പൈസ ഉണ്ടാവും അല്ലേ? ഈ രൂപത്തിൽ ധാരാളമായി ഭക്ഷണം വേസ്റ്റാക്കി അള്ളാന്റെ റിസ്ക്കിനെ നിന്ദിച്ചുകൊണ്ട് പ്രൗഢിയുണ്ടാക്കാൻ, ജനങ്ങളുടെ മുമ്പിൽ പേരുണ്ടാക്കാൻ, പ്രശസ്തി ഉണ്ടാക്കാൻ, ഭൗതികന്മാരുടെ മുമ്പിൽ, ഭൗതിക ലോകത്തെ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ ഒരാളായി ചമയാൻ വേണ്ടി ശൈത്വാൻ അടിമപ്പെട്ടുകൊണ്ട് ഈ പ്രവൃത്തിയെല്ലാം ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ മുടിച്ചു കളയുന്ന മനുഷ്യനേക്കാൾ പരാജയപ്പെട്ട ആരുണ്ട് ലോകത്ത്? ഈ 3 പെൺമക്കളെ കെട്ടിച്ചയച്ച മനുഷ്യനും ഈ ദൂർത്തടിച്ച് ദുർവ്യയം കാണിച്ച് പേക്കൂത്ത് നടത്തിയ മനുഷ്യനും നാളെ പരലോകത്ത് ഒരേ സ്റ്റെപ്പിൽ നിൽക്കേണ്ടവനാണ്. അവിടെ വെച്ച് അല്ലാഹു തആല ചോദിക്കും, അൻ മാലിഹി മിൻ ഐനക്തസബഹു ഫീമാ അൻഫഖഹു, നിന്റെ സമ്പത്ത് എങ്ങനെയാണ് നേടിയത്, എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന് അവനോടും പടച്ച റബ്ബ് ചോദിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഏതൊരാളും ആശ്രയം നിന്നിട്ട് പറയണ്ടേ എങ്ങനെ പണം ഉണ്ടാക്കിയത്, എങ്ങനെ ചെലവാക്കിയത്? ഈ 3 പെൺമക്കളെ കെട്ടി ചെറുപ്പക്കാരൻ നിൽക്കുന്ന അതേ സ്റ്റെപ്പ് നിൽക്കേണ്ട ആളാണ്. നാണമുണ്ടോ അത്തരം ആളുകൾക്ക്? നമ്മളെ സമുദായത്തിൽ തന്നെ ധാരാളം പെൺകുട്ടികൾ 25, 30, 32 വയസ്സായിട്ടേ ഒരു ഭർത്താവിനെ കിട്ടാത്ത ജീവിതം, സമ്പത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? ആ പെൺകുട്ടിയേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ പെൺകുട്ടികളതാ മണവാട്ടികളായി മക്കളും കുട്ടികളുമായി. അവളെക്കാൾ മുതിർന്ന പെൺകുട്ടി അതാ ഇപ്പോഴും ഒരു പുരുഷന്റെ മണിയറയുടെ മണം കിട്ടാതെ വളരെ വേദനിച്ച് വിഷമപ്പെട്ട് കഴിഞ്ഞുകൂടുകയാണ്. സങ്കടത്രേ. നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടം എന്താ? ഒരു പെൺകുട്ടി ഉണ്ടായാൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ആദ്യത്തെ കളിപ്പാട്ടം ഏതാണ്? ഒരു പാവക്കുട്ടിയല്ലേ? ഒരു കുട്ടിനെ വാങ്ങിക്കൊടുക്കുക, ഒരു പാവക്കുട്ടി. എന്നാലോ ഈ ചെറിയ പൈതൽ ഈ പാവക്കുട്ടിയെ തോളിലിടും, ഭക്ഷണം കൊടുക്കും, ആശുപത്രി കൊണ്ടുപോകും, കുളിപ്പിക്കും. ഇതിനെങ്ങനെ കൊണ്ടുകൊടുക്കാത്ത ആലോചിച്ചു. അത്രയും ഒരു കുട്ടിയെ ലാളിക്കാനുള്ള മാനസികമായ ശക്തമായ ആവേശമുള്ളവരാ പെൺകുട്ടികൾ. പ്രസവിച്ച് ഒരു കുഞ്ഞിനെ കൊണ്ടു നടക്കാൻ, ഒരു പാവക്കുട്ടിനെ വാങ്ങിക്കൊടുത്താൽ അതിനെ നിലം തൊടാതെ കൊണ്ടുനടക്കാണ്. അത്ര ചെറുപ്പത്തിൽ ഒരു പാവക്കുട്ടിയെ താലോലിച്ച് ഒരു കുഞ്ഞിനെ പോറ്റാനുള്ള അതിയായ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടിക്ക് 32 വയസ്സായിട്ടും ഭർത്താവില്ലെന്ന് വന്നാൽ, 32 വയസ്സായിട്ടും ഒരു കുടുംബജീവിതം നയിക്കാനുള്ള അവസരം ഉണ്ടാകുന്നില്ലെന്ന് വരുമ്പോൾ നമ്മൾ ഈ ഭക്ഷണം വെച്ച് വേസ്റ്റാക്കി തുള്ളിച്ചാടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സാഡിസ്റ്റുകൾ എന്നാ പറയുന്നതിനെ പറ്റി. സാഡിസ്റ്റുകൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് അവർ വേദന കൊണ്ട് പുളയുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്ന പ്രത്യേകമായ മാനസിക രോഗമാണ് സാഡിസം. ഈ സാഡിസ്റ്റുകളായി മാറുക മനുഷ്യൻ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിപ്പാത്രത്തിൽ നിങ്ങൾ വെള്ളം കുടിക്കരുത്,
സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കഴിക്കരുത്, അത് ഹറാമാണ്. ആണിനും ഹറാമാണ്, പെണ്ണിനും ഹറാമാണ്. അത് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നത് ഫീഹി കസുർ കൽബിൽ ഫുഖറാ, പാവപ്പെട്ടവന്റെ കൽബ് പൊട്ടിപ്പോകും. അരി വാങ്ങാൻ നിവൃത്തിയില്ലാത്തവൻ, മകളെ കെട്ടിക്കാൻ വഴിയില്ലാത്തവൻ, എന്റേതെന്ന് പറഞ്ഞ് ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങാൻ തല ചായ്ക്കാൻ വീടില്ലാത്തവൻ, നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വർണ്ണപാത്രത്തിൽ വെള്ളം കുടിച്ചാൽ, സ്വർണ്ണ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചാൽ, ഫീഹി കസുർ കൽബിൽ ഫുഖറാ, ഫക്കീറന്മാരെ കൽബ് പൊട്ടിപ്പിക്കുന്ന പണിയാണത്. പാവപ്പെട്ടവന്റെ മനസ്സ് തകരും. തോന്നിവാസം കളിക്കരുത്. ഇതൊക്കെ അള്ളാഹു നിങ്ങളെ കയ്യിൽ തന്നെ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് മിതത്വമാണ്. ചെലവ് വളരെയേറെ ചുരുക്കണം. എത്ര കണ്ട് ചെലവ് ചുരുക്കാൻ പറ്റുമോ അത്രയും കണ്ട് ചെലവ് ചുരുക്കിയിട്ട് മിച്ചം വരുന്നത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് അവരെ സന്തോഷം കാണണം. അവരെ സന്തോഷം, അതാ സന്തോഷം അല്ലേ? അതിനേക്കാളും വലിയ സന്തോഷം എന്താണ്? വിശന്ന ആളുകൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അവര് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം രാജാവാണ്. വെറും പ്രവാചകൻ മാത്രമല്ല, ചെറിയ രാജാവല്ല, ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ്. ജിന്നുകളെയും ഇൻസുകളെയും അടക്കി ഭരിച്ച പ്രവാചകനാണ് അല്ലേ? ജിന്നിനെ അടക്കി ഭരിച്ചു, ഇൻസിനെ അടക്കി ഭരിച്ചു, കടലിലുള്ള ജീവികളെപ്പോലും നിയന്ത്രിച്ചുകൊണ്ട് ഭരണം നടത്തിയ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം മഹാരാജാവാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാരം ജിന്നുകളൊക്കെ കടലിൽ മുങ്ങിത്തപ്പിക്കൊണ്ടുവരുന്ന മുത്തുമാണിക്യ ഗോമേതകങ്ങളെ കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ അമ്പരചുംബികളായ കൊട്ടാരങ്ങളും ഒക്കെ ഉള്ളപ്പോൾ സുലൈമാൻ നബിയുടെ സ്വഭാവം നിങ്ങൾക്കറിയുമോ? ഇത്ര വലിയ രാജാവായ സുലൈമാൻ നബി അലൈഹിസ്സലാം ധാരാളം രുചികരമായ ഭക്ഷണമുണ്ടാക്കും. ധാരാളം രുചികരമായ വ്യത്യസ്തമായ ഭക്ഷണമുണ്ടാക്കും. അങ്ങനെ ഭക്ഷണമുണ്ടാക്കിയിട്ട് നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളെ മുഴുവനും വിളിക്കും. ഉടുതുണിക്കും മറുതുണിയില്ലാത്ത ആളുകളെ മുഴുവനും വിളിച്ചിട്ട് അവരെ വട്ടത്തിലിരുത്തിയിട്ട് സുലൈമാൻ നബി രുചികരമായ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അവരെ തീറ്റിക്കും. സാധുക്കളെ വയറു നിറച്ച് ആഹരിപ്പിക്കും. അവരൊക്കെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു പോയാൽ സുലൈമാൻ നബി തൻ്റെ സ്വന്തം പ്രൈവറ്റ് റൂമിലേക്ക് കയറി ഉണങ്ങിയ 2 ചപ്പാത്തിയും അല്പ വെണ്ണയും കുത്തിയിട്ട് ആ ചപ്പാത്തി മാത്രം കഴിച്ച് വിശപ്പടക്കി രുചികരമായ ആഹാരം കഴിക്കാത്ത സാഹിദാണ്. അങ്ങേയറ്റത്തെ മിതത്വം പാലിച്ച ഭരണാധികാരിയാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ. ലോകം മടക്കി വരിച്ച ഭരണാധികാരി എന്ന് പറഞ്ഞാൽ സുഖലോലുപനാന്ന് വിചാരിക്കണ്ട. നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അനുയായികൾക്ക് സാധുക്കൾക്ക് നല്ലോണം കൊടുക്കും. പാവപ്പെട്ടവൻ മൂപ്പരുമെല്ലാം റൂമിൽ പോയിട്ട് വെറും ചപ്പാത്തിയും വെണ്ണയും മാത്രം കഴിക്കും. ലളിതമായ ജീവിതം, അങ്ങേയറ്റത്തെ ലാളിത്യം. നമ്മുടെ റബ്ബിനോട് പറയും, പടച്ചോനെ ഇത്ര വലിയ കൊട്ടാരങ്ങൾ എനിക്കുണ്ടെങ്കിലും റബ്ബിക്കത് ആതൈതനീ മുൽക്കി, രാജ്യാധികാരം നീ എനിക്ക് നൽകിയിട്ടുണ്ട്, അതുപോലെ പലതും നീ എനിക്ക് നൽകിയിട്ടുണ്ട്, ജിന്നുകളും ശൈത്വാന്മാർക്കും എനിക്ക് നീ കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും പടച്ചവനെ എൻ്റെ കൽബും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ കൽബന്റെ സൃഷ്ടാവായ റബ്ബേ, നിന്നിലേക്ക് മാത്രമാണ്, നിന്റെ പൊരുത്തം മാത്രമാണ് എൻ്റെ ലക്ഷ്യം. രുചികരമായ ഭക്ഷണം എനിക്ക് ആനന്ദം നൽകുന്നില്ല, വൈവിധ്യമുള്ള വസ്ത്രങ്ങൾ എനിക്ക് ആനന്ദം നൽകുന്നില്ല. അതൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് നല്ല വസ്ത്രം വാങ്ങി ധരിപ്പിച്ച് സാധുക്കളായ ആളുകൾക്ക് നല്ല വിലപിടിപ്പുള്ള വസ്ത്രം കിട്ടുമ്പോൾ അവർ തുള്ളിച്ചാടി പോകുന്ന രംഗം കാണുമ്പോഴാണ് എൻ്റെ മനസ്സ് സന്തോഷിക്കുന്നത്. വിശന്നൊട്ടിയ വയറുമായി വരുന്നവർ രുചികരമായ ആഹാരം കഴിച്ച് സന്തോഷിക്കുന്നത് കാണുമ്പോഴാണ് എൻ്റെ മനസ്സ് സന്തോഷിക്കുന്നത്. എനിക്ക് സന്തോഷം കിട്ടുന്നത് എൻ്റെ പഴയ ചപ്പാത്തിയും വെണ്ണയും കഴിക്കുമ്പോഴാണ് എന്ന് ചിന്തിക്കുന്ന ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മാതൃക. ദീനിന്റെ വഴി ഇതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ, കുറച്ചൊക്കെ പ്രയാസപ്പെടേണ്ടി വരും, പരമാവധി ചുരുക്കിക്കോ. ഭക്ഷണവും വസ്ത്രവും വീടുണ്ടാക്കുന്നിടത്തും ഒക്കെ ലാളിത്യമുണ്ടാക്കി അത് മറ്റുള്ളവർക്ക് കൊടുത്ത് സ്വർഗം നേടാനുള്ള പരിശ്രമം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വർഗം എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്നതല്ല. സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തരലപ്പോഴാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഞാൻ നിർത്തുകയാണ്, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ നിന്ന് അവരെ ശരീരവും സമ്പത്തും ഇങ്ങോട്ട് വാങ്ങി. നിങ്ങളെ ശരീരം കൊണ്ട് തരൂ, സമ്പത്തും ഇങ്ങോട്ട് തരൂ, പകരം ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗം പകരം തരാം. അപ്പൊ നിങ്ങളെ ശരീരവും നിങ്ങളെ സമ്പത്തും രണ്ടും പടച്ച റബ്ബിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അള്ളാഹു തരുന്നത് ആ സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്ന ബോധം വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തമ ബോധത്തോടുകൂടെ ജീവിതം ലളിതമാക്കി അള്ളാഹുവിൻ്റെ പ്രീതി നേടി
ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം.